بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം മസ്ജിദുൽ അഖ്സയുടെ ചരിത്രം, അതിൻ്റെ വിജയം, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് നടന്ന ഫത്ഹ് വരെയുള്ള കാലഘട്ടത്തിലെ ചരിത്രം നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം സഹാബത്തും താബിഈങ്ങളും അവർക്ക് ശേഷം വന്ന രാജാക്കന്മാരും മസ്ജിദുൽ അഖ്സയെ പരിപാലിച്ചത്, അതുപോലെ ഫലസ്തീൻ ഭരിച്ചത്, അതിനുശേഷം പിന്നീട് എങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് മസ്ജിദുൽ അഖ്സ നഷ്ടപ്പെട്ടത്, ഇത്രയും കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് ഖാലിദ് ബിൻ വലീദും അതുപോലെ അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹുമ അവരുടെ നേതൃത്വത്തിൽ ബൈത്തുൽ മഖ്ദിസ് മുസ്ലിമീങ്ങൾ കീഴടക്കിയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ വിജയം, ബൈത്തുൽ മഖ്ദിസിൻ്റെ ഫത്ഹ് എങ്ങനെയായിരുന്നു? സാധാരണ ഒരു നാട് യുദ്ധത്തിലൂടെ അല്ലെങ്കിൽ യുദ്ധത്തിലല്ലാതെ സുൽഹായിട്ട് രണ്ട് രൂപത്തിൽ കീഴടക്കും. ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് കീഴടക്കുന്നത് രണ്ട് രൂപത്തിലായിരിക്കും. ഒന്നുകിൽ സുൽഹായിരിക്കും, അല്ലെങ്കിൽ ഉൻവത്ത് എന്ന് പറയും. ഉൻവത്ത് എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിച്ച് ഒരു പോരാട്ടത്തിലൂടെ കീഴടക്കും. ഇതിൽ ഏത് രൂപത്തിലായിരുന്നു ബൈത്തുൽ മഖ്ദിസിൻ്റെ വിജയം? അത് സുൽഹായിട്ടായിരുന്നു. നമ്മൾ പറഞ്ഞു 4 മാസം ഉപരോധിച്ചതിന് ശേഷം ഒരേറ്റുമുട്ടലില്ലാതെ കീഴടങ്ങുകയായിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന് അവിടുത്തെ ബൈത്തുൽ മഖ്ദിസിൻ്റെ സമീപത്തുള്ള കനീസത്തുൽ ഖിയാമ എന്ന് പറയുന്ന നസ്രാണികളുടെ ചർച്ചിൻ്റെ പുരോഹിതനായിരുന്നു അവിടുത്തെ നേതാവ്. അദ്ദേഹം സഫ്രാനിയൂസ് എന്നു പേരുള്ള പുരോഹിതൻ ബൈത്തുൽ മഖ്ദിസിൻ്റെ താക്കോല് ഉമർ റളിയല്ലാഹുവിന് കൈമാറി. അപ്പോൾ അതൊരു സുൽഹായിട്ട്, ഒരു യുദ്ധമില്ലാതെയാണ് ആ കൈമാറ്റം നടന്നത്. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ നസ്രാണികളെയും ആ രാജ്യത്തെ പൗരന്മാരായി പരിഗണിച്ച് അവരോട് വളരെ റഹ്മത്തോടുകൂടിയുള്ള, കരുണയോടുകൂടിയുള്ള നീതിയുടെ ഭരണമായിരുന്നു നടപ്പിലാക്കിയത്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തും അതിനുശേഷമുള്ള ഭരണാധികാരികളുടെ കാലങ്ങളിലും ബൈത്തുൽ മഖ്ദിസ് അത് ഇബാദത്ത് കൊണ്ട് സജീവമായിരുന്നു. അതുപോലെ തന്നെ തൗഹീദും സുന്നത്തും അവിടെ സജീവമായിരുന്നു. താബിഈങ്ങളായ പണ്ഡിതന്മാർ അവിടെ ദീൻ പഠിപ്പിക്കുമായിരുന്നു. ഇന്ന് മക്കയും മദീനയും എങ്ങനെയാണോ അതുപോലെയായിരുന്നു അന്ന് മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. ഇന്ന് മക്കയിലും മദീനയിലും നമ്മൾ യഥേഷ്ടം പോകുന്നു, ഇബാദത്ത് ചെയ്യുന്നു, ഇൽമു പഠിക്കുന്നു. അതുപോലെ ഇബാദത്തിൻ്റെയും ഇൽമിൻ്റെയും തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും ഒരു കേന്ദ്രമായിരുന്നു മസ്ജിദുൽ അഖ്സ. ഓരോ ഭരണാധികാരിയും ഭരണം ഏറ്റെടുക്കുമ്പോൾ അവരുടെ അഭിമാനമാണ് മസ്ജിദുൽ അഖ്സ. അതുപോലെ തന്നെ 2 ഹറമുകളും. അപ്പോൾ മാറി മാറി വരുന്ന ഭരണാധികാരികൾ ഓരോരുത്തരും, ഇന്ന് സൗദി അറേബ്യയിലെ ഭരണാധികാരികൾ ഖാദിമുൽ ഹറമൈൻ എന്ന് പറയുന്നത് പോലെ ഈ 3 പള്ളികളെയും ഖിദ്മത്ത് ചെയ്യുക എന്നതായിരുന്നു ഓരോ ഭരണാധികാരിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അങ്ങനെ വളരെ സജീവമായി മുസ്ലിം ഭരണാധികാരികൾ ഈ പള്ളിയെ കൊണ്ടു നടന്നു. പിന്നീട് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലശേഷം അത് വികസിപ്പിക്കുന്നത് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് നമ്മൾ പറഞ്ഞു, അദ്ദേഹം മസ്ജിദുൽ അഖ്സയുടെ താക്കോൽ വാങ്ങിയതിന് ശേഷം 1000 പേർക്ക് നമസ്കരിക്കാവുന്ന വലുപ്പത്തിൽ ഒരു മസ്ജിദ് ഉണ്ടാക്കി. അതുണ്ടാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കൾക്ക് ഇമാമായി നിന്നുകൊണ്ട് നമസ്കരിച്ച ആ സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെയാണ് പള്ളി ഉണ്ടാക്കിയത്. ഇന്നും അവിടെയാണ് മസ്ജിദുൽ അഖ്സയുടെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പള്ളി നിൽക്കുന്നത്. അൽ മസ്ജിദുൽ ഖിബ്ലി അല്ലെങ്കിൽ അൽ മുസൽ ഖിബ്ലി എന്നറിയപ്പെടുന്നത്, ഖിബ്ലയുടെ ഭാഗത്തുള്ള മസ്ജിദ്. ഈ 4 ചുമരുകൾക്കുള്ളിലാണ് മസ്ജിദുൽ അഖ്സ. അതിൽ ഖിബ്ലയോട് ചേർന്ന ചുമര്, അതിൻ്റെ അടുപ്പിച്ചാണ് ഈ പള്ളി നിലനിൽക്കുന്നത്. പിന്നീട് മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്ത് 3000 ആളുകൾക്ക് നമസ്കരിക്കാവുന്ന വിധത്തിൽ അത് വികസിപ്പിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു അതിൻ്റെ ചുമരുകളൊക്കെ പുതുക്കി പണിത് ബലം ഉള്ളതാക്കി. അതുപോലെ തന്നെ മേൽക്കൂര കൂടുതൽ ശക്തമാക്കി. അങ്ങനെ വിശാലമായ 3000 ആളുകൾക്ക് നമസ്കരിക്കാവുന്ന ഒരു മസ്ജിദായി മസ്ജിദുൽ അഖ്സ മാറി. പിന്നീട് മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലശേഷം നമുക്കറിയാം 4 ഖലീഫമാരുടെ ഭരണം ഏകദേശം ഹിജ്റ 40 അവസാനിക്കുന്നത്. 30 വർഷമാണ് ഖിലാഫത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷം മദീനയിൽ ഭരണം നടത്തി. അതിനുശേഷം പിന്നീട് 30 വർഷമാണ് ഖിലാഫത്തുർ റാഷിദ, 4 ഖുലഫാക്കളുടെ ഭരണം. അതിനുശേഷം മുആവിയ റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്നു. പിന്നീട് ഭരണം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കൈമാറുകയാണ് ഉണ്ടായത്. മുആവിയ റളിയല്ലാഹുവിൻ്റെ മക്കളും പേരക്കുട്ടികളും അങ്ങനെയാണ് പിന്നീട് ഭരണം നടക്കുന്നത്. ആ ഭരണകൂടത്തിന് അൽ ഖിലാഫത്തുൽ ഉമവിയ്യ അല്ലെങ്കിൽ ഉമവി ഖിലാഫത്ത്, ഉമവി ഭരണകൂടം എന്നാണ് അറിയപ്പെടുന്നത്. ബനു ഉമയ്യ എന്ന കുടുംബക്കാരാണ് മുആവിയയും അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾ. അങ്ങനെ ബനു ഉമയ്യയുടെ ഭരണത്തിൽ മസ്ജിദുൽ അഖ്സ ഒരുപാട് വികസിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹുവിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ യസീദ് ബിൻ മുആവിയ ഭരണം നടത്തി. യസീദിന് ശേഷം
വീണ്ടും മുആവിയ ഇബ്നു യസീദ് അദ്ദേഹം ഭരണം നടത്തി. പിന്നീട് ഭരണം ഏറ്റെടുത്തത് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന ഭരണാധികാരി. അദ്ദേഹവും ബനു ഉമയ്യയിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സന്തതി പരമ്പരയിലല്ല, അതേ കുടുംബം തന്നെയാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ മസ്ജിദുൽ അഖ്സ വികസിപ്പിച്ച ഭരണാധികാരി. അന്നു മുതൽ ഇന്ന് വരെ മസ്ജിദുൽ അഖ്സ പല രാജാക്കന്മാരും ഭരിച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ റഹിമഹുല്ലാഹ് അദ്ദേഹമായിരുന്നു. ബനു ഉമയ്യ 90 വർഷം ഭരണം നടത്തി. ഹിജ്റ 40 മുതൽ ഹിജ്റ 132 വരെ. 132 ബനു ഉമയ്യയുടെ ഭരണം അവസാനിച്ചു. ചില ഖവാരിജുകൾ അവർക്കെതിരെ കലാപം ഉണ്ടാക്കി, അങ്ങനെ ഭരണം നഷ്ടപ്പെട്ടു. അത്രയും കാലം മസ്ജിദുൽ അഖ്സയുടെ സുവർണകാലമായിരുന്നു. താബിഈങ്ങൾ ആ പള്ളിയിൽ ഇബാദത്തുകളും ഇൽമും ഒക്കെയായി സജീവമായിരുന്നു. അബ്ദുൽ മലിക് ബിൻ മർവാനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഖുബ്ബത്തു സഖ്റ, ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണുന്ന ആ മഞ്ഞ നിറത്തിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള ആ ഡോം, താഴികക്കുടം, അത് പണി കഴിപ്പിച്ചത്. ആ മസ്ജിദിനെ കുറിച്ച് ചില ആളുകൾ ചോദിച്ചിരുന്നു. ഈ ക്ലാസ് കേട്ടിട്ട് ചില ആൾക്കാർ സംശയം ചോദിച്ചിരുന്നു. അവിടെ നമസ്കരിക്കുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പുണ്യമുണ്ടോ? അതുപോലെ തന്നെ ഈ ഖുബ്ബത്തു സഖ്റ എന്ന് പറയുന്നത് അത് മുസ്ലിമീങ്ങളെ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി യഹൂദികൾ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, അത് യഹൂദികൾ ഉണ്ടാക്കിയതല്ല. അബ്ദുൽ മലിക് ബിൻ മർവാൻ റഹിമഹുല്ലാഹ് എന്ന മുസ്ലിം ഭരണാധികാരി ഉണ്ടാക്കിയത് തന്നെയാണ്. പക്ഷേ ആ ഖുബ്ബക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? യാതൊരു പ്രത്യേകതയുമില്ല. അതൊരു മസ്ജിദാണ്, അവിടെ നമസ്കരിക്കാം. അവിടെ നമസ്കരിച്ചാലും മസ്ജിദുൽ അഖ്സയിൽ നമസ്കരിച്ച പ്രതിഫലം ഉണ്ടാകും. അതല്ലാതെ അതിൽ കവിഞ്ഞ പ്രത്യേക ഒരു പ്രതിഫലം അതിനില്ല. മാത്രമല്ല, യഹൂദികൾ ഉണ്ടാക്കിയതല്ലെങ്കിലും മസ്ജിദുൽ അഖ്സയുടെ യഥാർത്ഥ പള്ളിയിൽ നിന്ന് ശ്രദ്ധ തെറ്റി ഖുബ്ബത്തു സഖ്റയെ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ആദരിച്ച് അത് പതുക്കെ ഒരു ബിദഅത്തിലേക്ക് എത്തണമെന്ന് യഹൂദികൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. കാരണം യഹൂദികളുടെ ഖിബ്ലയായിരുന്നു ഖുബ്ബത്തു സഖ്റ. ആ പാറ അതിലേക്ക് തിരിഞ്ഞിട്ടായിരുന്നു മുമ്പ് കാലത്ത് യഹൂദികൾ ഇബാദത്ത് ചെയ്തിരുന്നത്. ഇപ്പോഴും അങ്ങോട്ട് പോകുന്ന പല ആളുകളും, ചില ആളുകൾ മസ്ജിദുൽ അഖ്സയിൽ തീരെ നമസ്കരിക്കാതെ ഈ ഖുബ്ബത്തു സഖ്റയിൽ പോയി തൊട്ടുമുത്തുകയും അതിനെ തവാഫ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അത് ബിദഅത്താണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് മസ്ജിദുൽ അഖ്സയിൽ നടക്കുന്ന ബിദഅത്തുകളുടെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഖുബ്ബത്തു സഖ്റ, തൊട്ടുമുത്തുക, തവാഫ് ചെയ്യുക, അതുപോലെ തന്നെ അവിടെ നമസ്കാരത്തിന് പ്രത്യേക പ്രതിഫലം ഉണ്ട് എന്ന് വിശ്വസിക്കുക, അതൊക്കെ ബിദഅത്താണ്. അവിടെ ഏറ്റവും കൂടുതൽ ഫضലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച ഈ അൽ മസ്ജിദുൽ ഖിബ്ലി, മുൻഭാഗത്തുള്ള ഖിബ്ലക്ക് നേരെ അടുത്ത് നിൽക്കുന്ന മസ്ജിദിൽ നമസ്കരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത്. ഇനി അബ്ദുൽ മലിക് ബിൻ മർവാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം എത്രമാത്രം മസ്ജിദുൽ അഖ്സയെ സ്നേഹിക്കുകയും അതിന് ഖിദ്മത്ത് ചെയ്യുകയും ചെയ്തിരുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന് മിസ്റിൽ നിന്ന് വന്നിരുന്ന വരുമാനം, മിസ്ർ അദ്ദേഹത്തിന്റെ ഭരണത്തിലായിരുന്നു, ഈജിപ്ത്. മിസ്റിൽ നിന്ന് ഓരോ വർഷവും കിട്ടിയിരുന്ന അവിടുത്തെ സക്കാത്തും അതുപോലെ തന്നെ ജിസിയയും മറ്റ് പലതരത്തിലുള്ള വരുമാനവും അതെല്ലാം അദ്ദേഹം മസ്ജിദുൽ അഖ്സയുടെ വികസനത്തിനാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഈ ഖുബ്ബത്തു സഖ്റ എന്ന് പറയുന്ന ഈ ഖുബ്ബക്ക് താഴെയുള്ള ആ പള്ളി 6 വർഷത്തെ മിസ്റിൽ നിന്നുള്ള വരുമാനം, ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു രാജ്യത്ത് നിന്ന് കിട്ടുന്ന മുഴുവൻ വരുമാനവും അദ്ദേഹം ഇതിനു വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ 6 വർഷം കഴിഞ്ഞപ്പോൾ ഈ മസ്ജിദിന്റെ പണി പൂർത്തിയായി. ഖുബ്ബത്തു സഖ്റ മസ്ജിദു അൽ ഖുബ്ബ എന്നറിയപ്പെടുന്ന ഈ മസ്ജിദിന്റെ പണി പൂർത്തിയായി. ഈ പണി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വർഷത്തെ വരുമാനം, അല്ലെങ്കിൽ ഈ പണി കഴിഞ്ഞ് ബാക്കിയായ വരുമാനം, വലിയൊരു സംഖ്യയുണ്ട്. അത് ഈ പണിക്ക് നേതൃത്വം കൊടുത്ത, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത റജാ ഇബ്നു ഹൈവ റഹിമഹുല്ലാഹ് എന്ന താബിഈ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന യസീദ് ഇബ്നു സലാം, അദ്ദേഹം നസ്രാനിയായിരുന്നു. യസീദ് ഇബ്നു സലാം ഇസ്ലാം സ്വീകരിച്ചോ ഇല്ലേ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കുമായി വീതിച്ചു കൊടുക്കാൻ അബ്ദുൽ മലിക് ബിൻ മർവാൻ തീരുമാനിച്ചു, അവർക്കുള്ള പ്രതിഫലമായിട്ട്. റജാ ഇബ്നു ഹൈവ പറഞ്ഞു, ഞാൻ എന്റെ പണം കൊണ്ട് മസ്ജിദ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. ഈ മസ്ജിദുൽ അഖ്സയുടെ പരിധിക്കുള്ളിൽ എന്റെ പണം കൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് പൂർണ്ണമായും നിരസിച്ചു. അത് അദ്ദേഹം വാങ്ങിയില്ല. രണ്ടുപേരും ആ പണം വാങ്ങിയിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാകുന്നത് യസീദ് ഇബ്നു സലാം ഇസ്ലാം സ്വീകരിച്ചിരിക്കാമെന്നാണ്. കാരണം അല്ലെങ്കിൽ അദ്ദേഹം ഈ മസ്ജിദിന്റെ പ്രവൃത്തിക്ക് പിന്നെ കൂലി വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരിക്കാം. അങ്ങനെയാണ് ഈ ഖുബ്ബത്തു സഖ്റയുടെ പണി പൂർത്തിയാകുന്നത്. ഇന്ന് മസ്ജിദ് നബവിയിൽ ചരിത്ര പ്രസക്തമായ 200 സ്മാരകങ്ങളുണ്ട്. 7 മുസല്ലകൾ, അതുപോലെ തന്നെ മക്തബയുണ്ട്. ഇങ്ങനെ പല കെട്ടിടങ്ങളായിട്ട് 200 കേന്ദ്രങ്ങൾ മസ്ജിദുൽ അഖ്സയുടെ ഉള്ളിലുണ്ട്, ഈ 4 ചുമരിനുള്ളിലായിട്ട്. ഈ 200-ൽ ബഹുഭൂരിഭാഗവും നിർമ്മിച്ചത് അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലത്താണ്. അപ്പൊ അദ്ദേഹം എത്രമാത്രം മസ്ജിദുൽ അഖ്സക്ക് ഖിദ്മത്ത് ചെയ്തിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ കാലശേഷം ഇസ്ലാമിന്റെ ഈ ഇസ്സത്തുള്ള കാലമായിരുന്നു. ഉമവി ഖിലാഫത്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജിഹാദ് നടന്നിട്ടുള്ള കാലഘട്ടം, ഇസ്ലാമിക ലോകം വികസിച്ച കാലഘട്ടം. സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുന്നത്തിനോട് അടുത്ത ഭരണം, ഏറ്റവും ദീനിയായ ഭരണം അവരുടെ കാലത്തായിരുന്നു. ഈ 90 വർഷം കൊണ്ട് ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഇസ്ലാം എത്തി. യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ
ഇസ്ലാമിക ദഅവത്ത് എത്താൻ കാരണമായിട്ടുണ്ട്. അതിനുശേഷം ഹിജ്റ 132 അബ്ബാസി ഖിലാഫത്ത് തുടങ്ങുകയാണ്. അടുത്ത ഭരണകൂടം ഉമവി ഖിലാഫത്ത് അവസാനിച്ച് അബ്ബാസി ഖിലാഫത്ത് തുടങ്ങി. എങ്ങനെയാണ് ഉമവി ഖിലാഫത്ത് അവസാനിച്ചത്? അബ്ബാസികളുടെ സ്ഥാപകന്മാരായിട്ടുള്ള ആളുകൾ ഖുറൂജ് നടത്തിയതാണ്. ബനു ഉമയ്യക്കെതിരെ അവർ കലാപം നടത്തിയതാണ്. അതൊരിക്കലും ശരിയല്ല. അവർ ചെയ്തത് വലിയ ഒരു തെറ്റായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നല്ല ഭരണത്തെ അവർ ഖുറൂജിലൂടെ അവസാനിപ്പിച്ചു. ഇനി നമുക്ക് കാണാം, ഇനി വരുന്ന ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ അനന്തരഫലങ്ങൾ എത്ര മോശമായിരുന്നു എന്നുള്ളത്. അബ്ബാസി ഖിലാഫത്ത് അത് സ്ഥാപിച്ചത് തന്നെ ഖുറൂജിന്റെ അടിസ്ഥാനത്തിലാണ്. ഉമവി ഖിലാഫത്തിനെതിരെ ഭരണാധികാരികൾക്കെതിരെ അവർ അക്രമം നടത്തി, വിപ്ലവം നടത്തി. ഇത് ഇസ്ലാമിൽ യാതൊരു അനുവാദവുമില്ലാത്ത കാര്യമാണ്. ഒരു ഭരണാധികാരി മുസ്ലിം ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തെ അനുസരിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്മഅ വ അതി', കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. വഇൻ ദറബ ദഹറക വഅഖദ മാലക, നിന്റെ പുറം അടിച്ച് നിന്നെ മർദ്ദിച്ചാലും, വഅഖദ മാലക, നിന്റെ സമ്പത്ത് കൊള്ളയടിച്ചാലും ശരി, ഭരണാധികാരി എന്തു ചെയ്താലും കുഫർ അഥവാ ഇസ്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു പോകുന്നത് വരെ ഇസ്മഅ വ അതി', കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ഇതൊരിക്കലും മനുഷ്യരുടെ സ്വാതന്ത്ര്യം അടിച്ചമർത്തുകയോ ജനങ്ങളെ അടിമകളാക്കി വെക്കുകയോ ചെയ്യാൻ വേണ്ടിയുള്ള നിയമമല്ല. നേരെ മറിച്ച് ഒരു ഭരണാധികാരിയുടെ അക്രമത്തെക്കാൾ വലുതായിരിക്കും ഒരു ഭരണാധികാരിയും ഇല്ലാതെ നാട് മുഴുവൻ ആളുകൾ തോന്നിയതുപോലെ ജീവിക്കാൻ തുടങ്ങിയാൽ. അങ്ങനെയുള്ള അവസ്ഥ വന്നാൽ ശത്രുക്കൾ ആ രാജ്യം കീഴടക്കും. ഭരണാധികാരി അക്രമിയാണെങ്കിലും അദ്ദേഹം രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കും, അതുപോലെ മുസ്ലിമീങ്ങളുടെ അഭിമാനം സംരക്ഷിക്കും, ഇതുപോലെ പള്ളികളും മുസ്ലിമീങ്ങൾക്ക് വേണ്ടപ്പെട്ട പരിശുദ്ധമായ സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കും. ഇതൊന്നുമില്ലാത്ത അവസ്ഥ വരും ജനങ്ങൾ വിപ്ലവം നടത്തിയാൽ. അതിന്റെ ജീവിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ചുറ്റും ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. മുസ്ലിം രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും കലാപങ്ങളുണ്ടായി, ഭരണാധികാരികൾക്കെതിരെ ആളുകൾ ആയുധമെടുത്തു. അതിന്റെ ഫലമായി ആ ഭരണാധികാരി ഉണ്ടായപ്പോൾ ഉള്ള അക്രമങ്ങളുടെ എത്രയോ ഇരട്ടി അക്രമങ്ങൾ പിന്നീട് സംഭവിച്ചു. അക്രമിയായ ആ ഭരണാധികാരിയെങ്കിലും ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കലാപം ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. ഭരണാധികാരികൾക്കെതിരെ ഒരു വാക്കുകൊണ്ട് പോലും വിപ്ലവം നടത്താൻ, അവർക്കെതിരെ ഇറങ്ങി പുറപ്പെടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല, അള്ളാഹും റസൂലും അനുവദിക്കുന്നില്ല. ഏതായാലും അങ്ങനെ ചെയ്തു. അള്ളാഹുവിന്റെ വിധി പ്രകാരം അത് സംഭവിച്ചു. പിന്നീട് അബ്ബാസി ഖിലാഫത്ത് അധികാരമേറ്റെടുത്തു. അവസാനത്തെ ഉമവി ഖലീഫയായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ എന്ന് പറയുന്ന ഭരണാധികാരി, രാജാവ്, മുആവിയ റളിയല്ലാഹുവിന്റെ മകനല്ല, അതിന് ഒരുപാട് കാലശേഷം വന്നയാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ. അബ്ദുറഹ്മാൻ അദ്ദാഖിൽ എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം രാജ്യം വിട്ട് യൂറോപ്പിലേക്ക് പോയി. അന്ന് ഉമവി ഖിലാഫത്തിന്റെ കീഴിലായിരുന്നു യൂറോപ്പിലെ പല രാജ്യങ്ങളും. അന്തലുസ്, ഇന്നത്തെ സ്പെയിനിന്റെ ഭാഗമായ നാട്, ഇന്നത്തെ സ്പെയിൻ, ഫ്രാൻസ്, പോർച്ചുഗൽ, ഈ രാജ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന അന്തലുസിലേക്ക് അദ്ദേഹം ഹിജ്റ പോയി. പിന്നീട് അവിടെ അദ്ദേഹം ഒരു ഭരണകൂടം ഉണ്ടാക്കി, അൽ ഉമവിയ്യത്തുൽ അന്തലുസിയ്യ. അവിടുത്തെ യൂറോപ്യൻ ഉമവി ഖിലാഫത്ത് എന്ന പേരിൽ ഒരു ഭരണം ഉണ്ടാക്കി. അബ്ബാസി ഖലീഫമാർ അങ്ങോട്ടുള്ളത് ശ്രദ്ധിച്ചില്ല, കാരണം കുറെ ദൂരെയാണ്, അവരവരുടെ ഇഷ്ടത്തിന് പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഹുറൂജിന്റെ ഒന്നാമത്തെ റിസൾട്ട് ആയിരുന്നു, അതുവരെ ഒരൊറ്റ ഇമാമിന്റെ കീഴിലായിരുന്ന മുസ്ലിം രാജ്യങ്ങൾ, മുസ്ലിം ലോകം രണ്ട് നേതൃത്വത്തിന് കീഴിലായിപ്പോയി. അത് ഈ ഹുറൂജിന്റെ ഫലമായിരുന്നു. പിന്നീട് അബ്ബാസി ഖലീഫമാരും മസ്ജിദുൽ അഖ്സ പരിപാലിച്ചു. അവരുടെ ഭരണാധികാരികളും മസ്ജിദുൽ അഖ്സക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിരുന്നു. എന്നാൽ ഉമവി ഖലീഫമാർ അത്രയും അവർക്ക് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല. 200 വർഷങ്ങൾ കഴിഞ്ഞ് ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ 220, 30, 40 ഈ സമയമായപ്പോൾ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഖലീഫയാണ് അബ്ബാസി ഖലീഫമാരിലെ ഏറ്റവും നല്ല ഖലീഫയായിട്ടുള്ള അൽ മുതവക്കിലു ബില്ലാഹ് ജഅഫർ ഇബ്നുൽ മുഅ്തസിം ബില്ലാഹ് ഇബ്നു ഹാറൂൻ റഷീദ് റഹിമഹുല്ലാഹ്. അദ്ദേഹം അധികാരമേറ്റെടുത്തു. നമുക്കറിയാം, ഈ അബ്ബാസി ഖിലാഫത്തിന്റെ കാലത്ത് ഒരുപാട് മുസീബത്തുകൾ മുസ്ലിം ലോകത്തുണ്ടായി. അവരാണ് മറ്റു കുഫാറുകളുടെ വേദഗ്രന്ഥങ്ങളും ഫിലോസഫിയുടെ ഗ്രന്ഥങ്ങളും ഒക്കെ അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അങ്ങനെ മുസ്ലിമുകൾക്കിടയിൽ നാനാവിധത്തിലുള്ള ബിദ്അത്തുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തത് ഈ അബ്ബാസി ഖലീഫമാരായിരുന്നു. അവര് അധികാരം ഏറ്റെടുത്ത് തന്നെ ഖുറൂജിലൂടെയാണ്. പിന്നീട് മുസ്ലിമീങ്ങളുടെ ദീൻ നശിപ്പിക്കുന്ന പല കാര്യങ്ങളും അവർ ചെയ്തു. ഗ്രീക്ക് ഫിലോസഫർമാരുടെ കിതാബുകളും അതുപോലെ തന്നെ യൂറോപ്യന്മാരുടെ കിതാബുകളും ഇന്ത്യക്കാരായ കുഫാറുകളുടെ കിതാബുകളും ഇതൊക്കെ മുസ്ലിം ലോകത്തേക്ക് അവർ ഇറക്കുമതി ചെയ്തു. അതിന്റെ ഫലമായി ഇസ്ലാമിക ലോകത്ത് ജഹ്മിയാക്കള്, അതുപോലെ മുഅ്തസിലിയാക്കൾ, ഇങ്ങനെയുള്ള പിഴച്ച കക്ഷികൾ ഉടലെടുത്തു. ഇങ്ങനെയുള്ള കിതാബുകളൊക്കെ വായിച്ച് ഖുർആൻ സൃഷ്ടിവാദം, ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാ വസിഫാത്ത് നിഷേധിക്കുന്ന വാദങ്ങൾ, ഇതൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിച്ചു. അങ്ങനെ ബിദ്അത്തുകൾ സമൂഹത്തിൽ പ്രചരിച്ചു. അങ്ങനെ ഈ ബിദ്അത്തുകളുടെ കാരണമായി മുസ്ലിം സമുദായം ഭിന്നിച്ചു. ബിദ്അത്തുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഭിന്നിപ്പുണ്ടാകും. കാരണം ഓരോ ബിദ്അത്തിന്റെ കക്ഷികളും അവർ വേറെ വേറെ ഉമ്മത്ത് പോലെ, വേറെ സമുദായങ്ങൾ പോലെ പെരുമാറും. അങ്ങനെ പരസ്പരം ശത്രുതയുള്ള ഒരുപാട് കക്ഷികളായി മുസ്ലിമീങ്ങൾ മാറി. ഹക്കിൽ ഉറച്ചു നിന്ന, യഥാർത്ഥ ദീനിൽ ഉറച്ചു നിന്ന പണ്ഡിതന്മാർക്ക് ക്രൂരമായ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. ഭരണാധികാരികൾ ഈ ബിദ്അത്തുകൾക്ക് സപ്പോർട്ടായിരുന്നു. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, ഇമാം അഹ്മദ്, അദ്ദേഹമൊക്കെ ജയിലിലടക്കപ്പെട്ടു, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന
പിഴച്ച വാദങ്ങൾ അത് അംഗീകരിക്കാതെ അതിനൊക്കെ മറുപടി കൊടുത്ത് ശക്തമായി നിലകൊണ്ടതിന്റെ പേരിൽ ഇമാം അഹമ്മദിനെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് ജയിലിൽ കഴിയേണ്ടി വന്നു. ശക്തമായ പീഡനങ്ങളുണ്ടായി. അദ്ദേഹത്തെ വധിക്കാൻ വിധിച്ചിരുന്നു, വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അദ്ദേഹത്തെ വധിക്കാൻ വിധിച്ച അബ്ബാസി ഖലീഫ ആ വധശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ തലേ ദിവസം മരണപ്പെട്ടു. അങ്ങനെ ഇമാം അഹമ്മദ് ദുആ ചെയ്തതാണ്, ഇയാളുടെ ഷെറിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കണേ. കൊല്ലുന്നതിന്റെ തലേ ദിവസം ആ രാജാവ് മരിച്ചു. അങ്ങനെ പിന്നീട് വന്ന 10ാമത്തെ അബ്ബാസി ഖലീഫയായിരുന്നു നമ്മൾ പറഞ്ഞ അൽ മുതവക്കിലു ബില്ലാഹ് എന്നറിയപ്പെടുന്ന അബുൽ ഫضൽ ജഅഫർ ഇബ്നുൽ മുഅ്തസിം ബില്ലാഹി ഇബ്നി ഹാറൂൻ റഷീദ് റഹിമഹുല്ലാഹ്. അദ്ദേഹം വളരെ സ്വാലിഹായ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹമാണ് ഇമാം അഹ്മദിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്. പണ്ഡിതന്മാരെയൊക്കെ ജയിലിൽ നിന്ന് അദ്ദേഹം മോചിപ്പിച്ചു. സുന്നത്തിന് അദ്ദേഹം പ്രതാപം നൽകി. സുന്നത്തിന്റെ പണ്ഡിതന്മാർക്ക് അദ്ദേഹം ഇസ്സത്ത് കൊടുത്തു. അവർക്ക് ദീൻ പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ കാലത്ത് കുറച്ച് ആശ്വാസമുണ്ടായി. അദ്ദേഹം ബൈത്തുൽ മഖ്ദിസ് നല്ല രീതിയിൽ പരിപാലിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തെ കൊല്ലുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ആളുകളാണ്. മുതവക്കിൽ ബില്ലാ എന്ന് പറയുന്ന അൽ മുതവക്കിൽ അലല്ലാഹ് എന്ന് പറയുന്ന ഈ ഭരണാധികാരിയെ 10ാമത്തെ അബ്ബാസി ഖലീഫയെ കൊല്ലുന്നതോടുകൂടി അബ്ബാസി ഖിലാഫത്ത് യഥാർത്ഥത്തിൽ അവസാനിച്ചു. കുറെ കാലം കൂടി പേരിന് അബ്ബാസി ഖിലാഫത്ത് ഉണ്ടായിരുന്നു. 200-300 വർഷങ്ങൾ കൂടി ബാക്കിയായിട്ടുണ്ട്. പക്ഷേ ഹഖീഖത്തിൽ അവരുടെ പ്രതാപം അതോടുകൂടി അവസാനിച്ചു. ഈ സുന്നത്തിന്റെ ആളായിരുന്ന, യഥാർത്ഥ ദീനിന്റെ ആളായിരുന്ന, തൗഹീദിന്റെ ആളായിരുന്ന ഈ ഭരണാധികാരിയെ അദ്ദേഹത്തിന്റെ സ്വന്തം അംഗരക്ഷകർ തന്നെയാണ് കൊല്ലുന്നത്. അന്ന് അബ്ബാസി ഖലീഫമാര് അവർക്ക് സെക്യൂരിറ്റി ആയിട്ട് തുർക്കിയിൽ നിന്ന് പട്ടാളക്കാരെ കൊണ്ടുവന്നിരുന്നു ബഗ്ദാദിലേക്ക്. ബഗ്ദാദിലായിരുന്നു അബ്ബാസി ഖിലാഫത്തിന്റെ ആസ്ഥാനം. അപ്പൊ ഇവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, രാജാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെ അഭ്യാസികളായിട്ടുള്ള തുർക്കിക്കാരെ അവർ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ വന്ന ചില അംഗരക്ഷകരാണ് ഇദ്ദേഹത്തെ കൊല്ലുന്നത്. അതിൽ ഇദ്ദേഹത്തിന്റെ സ്വന്തം മകൻ പോലും പങ്കെടുത്തു എന്നാണ് ചില ചരിത്രരേഖകൾ പറയുന്നത്. അപ്പൊ അങ്ങനെ വളരെ ക്രൂരമായ ഒരു ചതിയിലൂടെ ഇദ്ദേഹം ജാഫർ ഇബ്നുൽ മുഅ്തസിം റഹിമഹുല്ലാഹ് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ കൊന്നതോടുകൂടി പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ അബ്ബാസി ഖിലാഫത്തിന് വിലയില്ലാതെ അബ്ബാസി ഖലീഫ എന്ന് പറയുന്നത് പിന്നീട് ഒരു റബ്ബർ സ്റ്റാമ്പായി മാറി. അവരുടെ ഒരു പേര് മാത്രം. ഓരോ രാജ്യങ്ങളും സ്വന്തമായി ഭരണം നടത്താൻ തുടങ്ങി. പിന്നീടുള്ള ഒരു ഭരണാധികാരിക്കും ഇസ്സത്ത് ഉണ്ടായിട്ടില്ല അബ്ബാസികൾക്കിടയിൽ. എന്തെങ്കിലും ഒരു ഉത്തരവിറക്കുമ്പോൾ അതിൽ ഒപ്പിടൽ മാത്രമായിരുന്നു അബ്ബാസി ഖലീഫമാരുടെ ജോലി. ഓരോ രാജ്യവും അതാത് നാട്ടിലെ ആളുകൾ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ രാജ്യങ്ങളും അവരുടെ അധികാരത്തിൽ നിന്ന് കൈവിട്ടുപോയി അവസാനം പല ഭരണകൂടങ്ങളും മുസ്ലിം രാജ്യങ്ങളിൽ തലമുക്കാൻ തുടങ്ങി. ഫലസ്തീൻ ഈ കൂട്ടത്തിൽപ്പെട്ട പലരും ഭരിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ ഫലസ്തീൻ ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ മാറി മാറി ഭരിച്ച ഒരു വിഭാഗമാണ്, ആ കൂട്ടത്തിൽ കടന്നു വന്നൊരു കൂട്ടരാണ് ഉബൈദികൾ എന്ന് പറയുന്ന ഷിയാ ഭരണകൂടം. ഉബൈദികൾ എന്ന് പറഞ്ഞാൽ അവർ ഷിയാക്കളാണ്. നമുക്കറിയാം, ഷിയായിസം ഉടലെടുത്ത കാലത്ത് മുസ്ലിം ലോകത്ത് അവർക്ക് നിലനിൽപ്പുണ്ടായിരുന്നില്ല. ജസീറത്തുൽ അറബിലും അതുപോലെ തന്നെ ഷാമിലും ഒക്കെയുള്ള ഉമവി ഖിലാഫത്തിന്റെ കാലത്ത് അവർക്ക് തലപൊക്കാൻ സാധിച്ചിരുന്നില്ല. ഉമവി ഖിലാഫത്തിന്റെ കാലത്ത് ഷിയാക്കൾ നാടുകടത്തുകയായിരുന്നു. അങ്ങനെ അവര് ഈ ഏഷ്യയിൽ തന്നെ നിൽക്കാൻ സാധിക്കാതെ ആഫ്രിക്കയിലേക്ക് പലായനം ചെയ്തതാണ് അന്നത്തെ ഷിയാക്കൾ, ആദ്യകാലക്കാരായ ഷിയാക്കൾ. അവരൊക്കെ തിരിച്ചു വരാൻ കിട്ടിയ ഒരു ചാൻസ് ആയിട്ട് ഇത് കണ്ടു. അബ്ബാസി ഖിലാഫത്ത് ദുർബലമായപ്പോൾ, അബ്ബാസി ഖിലാഫത്തിന്റെ കീഴിലുണ്ടായിരുന്ന രാജ്യങ്ങളൊക്കെ ഇങ്ങനെ നാട്ടുരാജ്യങ്ങളായി ചെതറിപ്പോകുന്നത് കണ്ടപ്പോൾ അവർ വന്ന് അതിലൊരു ചെറിയ ഭാഗം ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം അവർ പിടിച്ചെടുത്തു. അങ്ങനെ ഷിയാക്കളുടെ ഉബൈദികളുടെ കയ്യിലായിരുന്നു ഫലസ്തീൻ ഉണ്ടായിരുന്നത്. അവരുടെ കയ്യിലായിരുന്നു ബൈത്തുൽ മഖ്ദിസ് ഉണ്ടായിരുന്നത്. അവരുടെ കയ്യിലുള്ള സമയത്താണ് കുരിശ് യുദ്ധം നടന്ന് ക്രിസ്ത്യാനികൾ ബൈത്തുൽ മഖ്ദിസ് പിടിച്ചെടുക്കുന്നത്. ഈ സംഭവം നടക്കുന്നത്, കുരിശ് യുദ്ധം നടക്കുന്നത് ഏത് വർഷത്തിലാണ്? ഹിജ്റ വർഷം 588. അതായത് ഇപ്പോഴത്തെ ഈ ക്രിസ്ത്യാനികളുടെ വർഷപ്രകാരം 1995 11-ാം നൂറ്റാണ്ടിന്റെ അവസാനം 1095 കുരിശ് യുദ്ധം നടക്കുന്നത്. എങ്ങനെയാണ് കുരിശ് യുദ്ധം ഉണ്ടായത്? കുരിശ് യുദ്ധം ഉണ്ടായത് യൂറോപ്പിൽ നിന്ന് വന്നിട്ടാണ് ബൈത്തുൽ മഖ്ദിസ് അവർ പിടിച്ചെടുക്കുന്നത്. ആ കാലത്ത് നമുക്കറിയാം, യൂറോപ്പിൽ റോമക്കാരുണ്ട്. ഇറ്റലി കേന്ദ്രീകരിച്ച് അവർക്ക് അവിടെ ഒരു ഭരണകൂടമുണ്ട്. റോമക്കാരിൽ നിന്ന് ഭിന്നിച്ചിട്ടുള്ള, അവരിൽ നിന്ന് പിളർന്നു വന്നിട്ടുള്ള ഒരു വിഭാഗമാണ് ബൈസന്റിയൻ എന്ന് പറയുന്ന ഭരണാധികാരികൾ. അവരാണ് ഈ ഏഷ്യയിൽ ക്രിസ്തുമതം അനുസരിച്ച് ജീവിക്കുന്നത്. അവരുടെ ആസ്ഥാനം തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിളാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുസ്തന്തീനിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ബൈസന്റികളുടെ കേന്ദ്രം. ഇവർ രണ്ടുപേരും രണ്ട് മതം പോലെയാണ്. രണ്ടു കൂട്ടരും ക്രിസ്ത്യാനികളാണെങ്കിലും രണ്ടും തമ്മിൽ യാതൊരു ഐക്യവുമില്ല, യാതൊരു ബന്ധവുമില്ല. ബൈസന്റിയൻ രാജവംശം അവര് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ്. റോമക്കാര് കത്തോലിക്കരാണ്. ഇവർ രണ്ടുപേരും പരസ്പരം തക്ഫീർ ചെയ്യുന്നുണ്ട്, പരസ്പരം കാഫറാക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം ക്രിസ്ത്യാനിയായിട്ട് അംഗീകരിക്കുന്നില്ല.
രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചുപോയി എന്ന് ആരോപിക്കുന്നവരാണ്. അവരുടെ പള്ളികളിൽ പരസ്പരം നമസ്കരിക്കുകയില്ല, ഇബാദത്ത് ചെയ്യുകയില്ല, അങ്ങനെ ശത്രുക്കളാണ്. പക്ഷേ ആ കാലത്തുണ്ടായിരുന്ന അവരുടെ മാർപ്പാപ്പ, യൂറോപ്പിലുണ്ടായിരുന്ന ഇറ്റലി കേന്ദ്രീകരിച്ചുള്ള ക്രിസ്ത്യാനികളുടെ കത്തോലിക്കക്കാരുടെ ഏറ്റവും വലിയ പുരോഹിതനാണ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. അന്നത്തെ മാർപ്പാപ്പയായിട്ടുള്ള ഓർബാൻ രണ്ടാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം അറിയപ്പെടുന്നത്, ക്രിസ്ത്യാനികൾ തന്നെ പലരും അദ്ദേഹത്തെ വിളിക്കുന്നത് അശ്ശൈത്താനുൽ മുഖദ്ദസ് എന്നാണ്, വിശുദ്ധ പിശാജ് എന്ന് പറഞ്ഞാൽ അത്രയും തന്ത്രശാലിയായ ഒരു വ്യക്തിയായിരുന്നു ഈ ഓർബാൻ എന്ന് പറയുന്ന വ്യക്തി. അയാളാണ് ആദ്യമായി ക്രിസ്ത്യാനികൾക്ക് പാപമോചനത്തിന്റെ ടിക്കറ്റ്, സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയത്. സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കടലാസിൽ എഴുതി കൊടുക്കുമായിരുന്നു അവർക്ക്. അങ്ങനെ ചെയ്തിട്ടുള്ള ഈ സമ്പ്രദായം തുടങ്ങിയ വ്യക്തിയാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം യൂറോപ്പിലുള്ള ക്രിസ്ത്യാനികളൊക്കെ വിളിച്ചുകൂട്ടി. എന്നിട്ട് ഒരു മീറ്റിംഗ് വെച്ചു. ഫ്രാൻസിലെ ഒരു സ്ഥലത്ത് അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. ക്ലിയർമോണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത്, ഫ്രാൻസിൽ, അദ്ദേഹം എന്ത് ചെയ്തു? യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളെയും, ഇറ്റലിയിലെയും ഫ്രാൻസിലെയും പരിസരത്തൊക്കെ ഉള്ള ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂട്ടി. അക്കാലത്ത് ഫ്രാൻസിന്റെ അല്ലെങ്കിൽ യൂറോപ്പിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. യൂറോപ്പിന്റെ അവസ്ഥ എന്താണ്? AD ഒരു 400 മുതൽ 1400 വരെയുള്ള വർഷം, ഇന്നത്തെ നിഷ്പക്ഷരായ ചരിത്രകാരന്മാരും യൂറോപ്യന്മാർ തന്നെയും പറയുന്നതാണ്, അവരുടെ ചരിത്രത്തിലെ ഇരുണ്ട യുഗമാണ് 400 മുതൽ 1400 വരെയുള്ള വർഷം. ആരെങ്കിലും എന്തെങ്കിലും കാര്യം അവരുടെ സഭക്കെതിരായി പറഞ്ഞാൽ ഉടനെ വധശിക്ഷയായിരിക്കും. അതുപോലെ പൂർണ്ണമായ അരാജകത്വം, പൂർണ്ണമായ അടിമത്തമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് യൂറോപ്പിൽ. അവർ 4 വിഭാഗമായിരുന്നു, 4 ജാതിയായിരുന്നു. നമ്മുടെ നാട്ടിൽ ജാതി സമ്പ്രദായം ഉള്ളതുപോലെ 4 ജാതികളായിരുന്നു. ഏറ്റവും മുതിർന്നത് പുരോഹിതന്മാർ, പിന്നെ അമീർമാർ, ഭരണാധികാരികളായിട്ടുള്ള കുറച്ച് ആളുകൾ, പിന്നെ ഈ പുരോഹിതന്മാരുടെയും അതുപോലെ തന്നെ അമീർമാരുടെയും രാജാക്കന്മാരുടെയും പട്ടാളക്കാരായിട്ടുള്ള മിലിറ്ററി ആയിട്ടുള്ള ഒരു വിഭാഗം. ഈ 3 കൂട്ടരും കുറച്ച് അഭിമാനത്തോടെ ജീവിക്കും. താഴെക്കിടയുള്ള ആളുകൾ, ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ 95% ജനങ്ങളും ഇതിന് പുറത്താണ്, ഈ 3 വിഭാഗങ്ങൾക്ക് പുറത്താണ്. ഈ 95% വരുന്ന താഴ്ന്ന ജാതി ആയിട്ടുള്ള ആളുകൾ അടിമകളാണ്. അവരെ കൊണ്ട് ഈ 3 വിഭാഗം എന്ത് ജോലിയും ചെയ്യിപ്പിക്കും. അവർക്ക് ഭൂമിയിൽ അവകാശമില്ല, അവർക്ക് ഒന്നിനും അവകാശമില്ല. അവർക്ക് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, വേറെ യാതൊരു അവകാശങ്ങളുമില്ല. വിവാഹം വരെ അവർക്ക് അനുവാദമില്ല. ചിലപ്പോൾ ചില യജമാനന്മാർ ഈ അടിമകൾക്ക് വിവാഹം കഴിക്കാൻ അനുവാദം കൊടുക്കും. പക്ഷെ ആ അനുവാദം ചിലപ്പോൾ അവർ പിൻവലിക്കും. വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം ചിലപ്പോൾ അവൻ്റെ ഭാര്യയെ മുതലാളി കൊണ്ടുപോകും. ഇങ്ങനെയായിരുന്നു അവസ്ഥ. അവരെ അടിമകളാക്കി ചങ്ങലക്കിട്ടിട്ടായിരുന്നു കൊണ്ടു നടന്നിരുന്നത് യൂറോപ്പിൽ. അതൊക്കെ അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന ചരിത്രങ്ങളാണ്. ഇങ്ങനെയുള്ള ഈ ഇരുണ്ട യുഗത്തിലാണ് യൂറോപ്യന്മാർ ജീവിക്കുന്നത്. അതുതന്നെ പരസ്പരം വലിയ ശത്രുതയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഓരോ പുരോഹിതന്മാരും തമ്മിൽ ശത്രുക്കളായിരിക്കും, ഓരോ ഭരണാധികാരികളും ശത്രുക്കളായിരിക്കും. ഇങ്ങനെ ഈ അടിമകളെ ഉപയോഗിച്ച് ഇവർ തമ്മിലുള്ള ശത്രുത തീർക്കും. രണ്ടാളുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവന്റെ അടിമയും അവന്റെ അടിമയും പോയി യുദ്ധം ചെയ്യും. അങ്ങനെ കലാപങ്ങളായിരുന്നു യൂറോപ്പിലുണ്ടായിരുന്നത്. അതുപോലെ യാതൊരു തരത്തിലുള്ള അറിവും, ഭൗതികമായ അറിവും ദീനിയായ അറിവും ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. ചൂഷണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് ഈ ഓർബാൻ രണ്ടാമൻ എന്ന് പറയുന്ന മാർപ്പാപ്പ മീറ്റിംഗ് വിളിക്കുന്നത്. ഈ ഒരു പരിതാപകരമായ അവസ്ഥക്ക് ഒരു മാറ്റം വരുത്താൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ഈ ക്രിസ്ത്യാനികൾക്ക് ഒന്നിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് അദ്ദേഹം കണ്ടുപിടിച്ച തന്ത്രമായിരുന്നു, നമുക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോയി ഫലസ്തീനിൽ പോയി അവിടെ ഈ ബൈത്തുൽ മഖ്ദിസ് അടക്കമുള്ള ഈലിയ എന്നാണ് ആ നാടിനെ അവർ വിളിച്ചിരുന്നത്. നമ്മളിപ്പോൾ അൽ ഖുദ്സ് എന്ന് പറയുന്നതിന് പകരം ഈലിയ എന്നാണ് അവർ വിളിച്ചിരുന്നത്. ഈലിയ എന്ന് പറഞ്ഞാൽ സുറിയാനി ഭാഷയിൽ ബൈത്തുള്ള എന്നാണ് അർത്ഥം. അപ്പോൾ അള്ളാഹുവിന്റെ ഭവനമുള്ള സ്ഥലം എന്ന അർത്ഥമാണ് അതിനുള്ളത്. ഈ നാട് നമുക്ക് കീഴടക്കണം, മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് ഈ നാട്, പരിശുദ്ധമായ നാട് ശുദ്ധീകരിക്കണം എന്ന് അദ്ദേഹം ഈ മീറ്റിങ്ങിൽ അവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ വളരെ ആവേശത്തോടുകൂടി പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ നാക്കിന് മുന്നിൽ അവരൊക്കെ മയങ്ങിപ്പോയി. അങ്ങനെ അവരംഗീകരിച്ചു. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഈ അടിമകളായിട്ടുള്ള ആളുകളെയാണ് ഇതിനുവേണ്ടി അവർ സംഘടിപ്പിച്ചത്. ഈ അടിമകൾക്കൊക്കെ അതിന് പകരം സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റുകൾ കൊടുത്തു. ഈ യാത്രയിൽ മരിച്ചാൽ, യുദ്ധത്തിൽ മരിച്ചാൽ സ്വർഗം എന്ന് പറഞ്ഞു. അങ്ങനെ 10 ലക്ഷം ആളുകളെ സംഘടിപ്പിച്ചു. 10 ലക്ഷം അടിമകളെ സംഘടിപ്പിച്ച് അവരുമായിട്ട് ഇങ്ങോട്ട് വന്നു, തുർക്കിയിലേക്ക് വന്നു. അപ്പൊ ഇവർക്ക് ഈ യൂറോപ്പിൽ നിന്ന് വരുന്ന, ഇറ്റലിയിൽ നിന്ന് വരുന്ന ഈ ക്രിസ്ത്യാനികൾക്ക് ഇവിടുത്തെ നാടിനെ കുറിച്ച് അറിയില്ല, ഇവിടുത്തെ വഴികളറിയില്ല. അപ്പൊ അവരിവിടെ വന്നിട്ട് തുർക്കിയിലുള്ള ക്രിസ്ത്യാനികൾ അവരുടെ അടുത്ത് വന്ന് അവരുമായി സന്ധി ഉണ്ടാക്കി. അപ്പൊ ഈ തുർക്കിക്കാരായ ക്രിസ്ത്യാനികൾക്ക് ഇവരെ പേടിയായിരുന്നു, കാരണം ഇവർ ഓർത്തഡോക്സ് ആണ്. പക്ഷെ അവരെ ഇവർ സമാധാനിപ്പിച്ചു, നിങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കരാറുണ്ടാക്കി. അങ്ങനെ ഈ 2 കൂട്ടരും കൂടി 10 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ഈ സൈന്യം വന്ന് ഫലസ്തീന് കീഴടക്കി. അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല, കാരണം അവർ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാണ്. അപ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ഭിന്നതയാണ് ഈ അവസ്ഥക്ക് കാരണം. ഈ ഭിന്നത ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? അബ്ബാസി ഖിലാഫത്തിന്റെ കാലത്ത്
അബ്ബാസി ഖലീഫമാർക്കെതിരെ അവരുടെ സ്വന്തം അംഗരക്ഷകർ നടത്തിയ ഈ ചതി, അതിനുള്ള കാരണം എന്തായിരുന്നു? അബ്ബാസി ഖലീഫമാർക്ക് ഹുറൂജ് എന്നുള്ളത് ഭരണാധികാരികളെ കൊല്ലുക, അവർക്കെതിരെ കലാപം നടത്തുക എന്നുള്ളത് നിസ്സാരമായിരുന്നു. കാരണം അവരുണ്ടായത് തന്നെ ഹുറൂജിലൂടെയാണ്. അപ്പൊ ഒരു ഹുറൂജിന്റെ ഫലമായിരുന്നു യഥാർത്ഥത്തിൽ ബൈത്തുൽ മഖ്ദിസ് നഷ്ടപ്പെടാനുള്ള കാരണം. അതിനു മുമ്പ് ഉമവി ഖലീഫമാരുടെ കീഴിലായിരുന്ന കാലത്ത് ഒരു ശത്രുവിനും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ സാധിച്ചിരുന്നില്ല. മുസ്ലിങ്ങൾ ഐക്യത്തോടെ നിന്ന കാലത്ത് ഒരു നസ്രാണിക്കും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഈ കുരിശ് യുദ്ധം അത് ദീർഘകാലം നിലനിന്നു. 1905 മുതൽ 1909 വരെ 4 വർഷം ബൈത്തുൽ മഖ്ദിസിന് ചുറ്റുമുള്ള പട്ടണങ്ങളൊക്കെ പിടിച്ചു നിന്നു. ഈ 4 വർഷം കഴിഞ്ഞതോടുകൂടി എല്ലാ പട്ടണങ്ങളും കീഴടക്കി ബൈത്തുൽ മഖ്ദിസ് അവരുടെ കീഴിലായി. അവരൊരിക്കലും എന്തിനു വേണ്ടിയല്ല വന്നത്? ബൈത്തുൽ മഖ്ദിസിന് വേണ്ടിയല്ല വന്നത്. അവർ വന്നത് അതിനടുത്തുള്ള ഖനീസത്തുൽ ഖിയാമ എന്ന് പറയുന്ന ചർച്ചിന് വേണ്ടിയാണ്. ആ ചർച്ചിൽ വെച്ചാണ് ഈസാ അലൈഹി ഇസ്ലാമിനെ കുരിശിൽ തറച്ചതെന്നാണ് അവരുടെ വിശ്വാസം. അത് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. അങ്ങനെ ബൈത്തുൽ മഖ്ദിസിനെ അവർ അപമാനിക്കുകയാണ് ചെയ്തത്. ബൈത്തുൽ മഖ്ദിസ് അവർക്കൊരു വിഷയമേ അല്ല, അത് അവർക്ക് ആവശ്യമില്ല. അവർക്കാവശ്യം ഈ പള്ളിയാണ്, അവരുടെ ഖനീസത്തുൽ ഖിയാമ. ഇന്നും നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ദ ചർച്ച് ഓഫ് ഹോളി സകൽപ്പർ എന്ന് പറയുന്ന പേരിൽ ദ ചർച്ച് ഓഫ് ഹോളി സബൽക്കർ എന്ന് സെർച്ച് ചെയ്താൽ ഈ പള്ളിയുടെ ചിത്രം കാണാൻ സാധിക്കും. ആ പള്ളി അവര് പിന്നെ പുതുക്കി പണിയുകയും അതുപോലെ തന്നെ പരിപാലിക്കുകയും ചെയ്തു. എന്നാൽ മസ്ജിദുൽ അഖ്സയുടെ അവസ്ഥ എന്തായിരുന്നു? 88 വർഷം, 1099 മുതൽ 1187 വരെയുള്ള 88 വർഷങ്ങൾ. ഈ 88 വർഷം മസ്ജിദുൽ അഖ്സയിൽ ബാങ്ക് കൊടുത്തിട്ടില്ല, നമസ്കാരം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥ ഇപ്പോഴും അവിടെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ കാവൽ കൊണ്ടുണ്ടായിട്ടില്ല. അതിനുശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ ദീർഘമായ 88 വർഷക്കാലം മസ്ജിദുൽ അഖ്സ അപമാനിക്കുകയായിരുന്നു ക്രിസ്ത്യാനികൾ ചെയ്തത്. അവര് മസ്ജിദുൽ അഖ്സയിൽ അവരുടെ കുതിരകൾ കെട്ടിയിടും. നമ്മൾ പറഞ്ഞു മസ്ജിദുൽ അഖ്സ 2 നിലയാണ്. മുകളിലത്തെ നില പിന്നെ മേൽക്കൂര ഇല്ലാതെ ഓപ്പണായിട്ട് കിടക്കുന്നതാണ്. നമ്മളിപ്പോൾ കാണുന്ന ചിത്രത്തിൽ ഒരു മേൽക്കൂരയില്ല, ചില ഭാഗത്ത് മാത്രമേ മേൽക്കൂരയുള്ളൂ. പക്ഷെ അതിന്റെ താഴെ മുഴുവനായും മേൽക്കൂരയുള്ള ഒരു നില താഴെയുണ്ട്. ഈ താഴെയുള്ള നില അവർ കുതിരകൾ കെട്ടിയിടാൻ ഉപയോഗിച്ചിരുന്നു. കുതിരയുടെ ആലയായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അതുപോലെ നഊദു ബില്ലാഹ് അവർ ടോയ്ലറ്റായി ഉപയോഗിച്ചിരുന്നു മസ്ജിദുൽ അഖ്സ. അത്രമാത്രം അതിനെ അവർ അപമാനിച്ചിട്ടുണ്ട്, നിന്ദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് യഹൂദികൾ ചെയ്യുന്നതിനേക്കാളും വലിയ ക്രൂരത നസ്രാനികളോട് ചെയ്തിട്ടുണ്ട് ഈ 88 വർഷം. ഈ 88 വർഷം കഴിഞ്ഞപ്പോൾ പിന്നീട് മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങൾ തിരിച്ചു പിടിച്ചു. അത് നിങ്ങൾ കേട്ടിരിക്കും, സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാ എന്ന ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ. അദ്ദേഹം അന്നത്തെ ഭരണകൂടമായിരുന്ന ജംഗി എന്ന് പറയുന്ന കുടുംബം, നൂറുദ്ദീൻ ജംഗി, അതുപോലെ ഇമാദുദ്ദീൻ ജംഗി എന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. അവര് അന്ന് സിറിയയിൽ ഡമസ്കസ് കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാരാണ്. നമ്മൾ പറഞ്ഞു അബ്ബാസി ഖിലാഫത്ത് ക്ഷയിച്ചതിന് ശേഷം ഓരോ നാടുകളും ഓരോ ഭരണാധികാരിയുടെ കയ്യിലായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഭരണാധികാരികളായിരുന്നു ഈ ജംഗി കുടുംബം എന്ന് പറയുന്നത്. അവരുടെ കീഴിലുള്ള ഒരു പടയാളിയായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാ. അദ്ദേഹം ഇൽമുള്ള ഒരു വ്യക്തിയായിരുന്നു, ഹദീസ് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, ഇബ്നു അസാക്കിർ റഹിമഹുല്ലാ മുഹദ്ദിസായ ഇബ്നു അസാക്കിറിന്റെ അടുത്ത് പോയി, ഇബ്നു അസാക്കിറിന്റെ ഒരു കിതാബുണ്ട് ജിഹാദിന്റെ ഫളായിലിനെ കുറിച്ച്, 40 ഹദീസ് അൽ അർബഊൻ ഫിൽ ജിഹാദ് എന്ന് പറയുന്ന ഒരു കിതാബ്. ആ കിതാബ് ഷെയ്ഖിന്റെ അടുത്ത് പോയി, ഇബ്നു അസാക്കിറിന്റെ അടുത്ത് പോയി നേരിട്ട് പഠിച്ച ആളാണ് സലാഹുദ്ദീൻ അയ്യൂബി. സലാഹുദ്ദീൻ എന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണ്. സലാഹുദ്ദീൻ യൂസുഫ് ഇബ്നു അയ്യൂബ് അൽ അയ്യൂബി റഹിമഹുല്ലാ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം തന്റെ ഷെയ്ഖിന്റെ അടുത്ത് നിന്ന് ഈ കിതാബൊക്കെ പഠിച്ചു. ചരിത്രത്തിൽ കാണാം, ഇത് കിതാബ് പഠിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഉസ്താദായ ഇബ്നു അസാക്കിറിനോട് പറയുന്നത്, താങ്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം അന്ന് മസ്ജിദുൽ അഖ്സ നസ്രാണികൾ ഇങ്ങനെ കുതിരയെ കെട്ടിടാൻ ഉപയോഗിച്ച് അപമാനിച്ച് കിടക്കുന്ന സമയമാണ്. അപ്പോഴാണ് അദ്ദേഹം ഈ കിതാബ് പഠിക്കുന്നത്. അദ്ദേഹം ജിഹാദിനെ കുറിച്ചുള്ള ഹദീസുകളൊക്കെ വായിച്ചിട്ട് ഉസ്താദിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, മസ്ജിദുൽ അഖ്സ മോചിപ്പിക്കാനുള്ള സൈന്യത്തിൽ ഞാൻ ഉൾപ്പെടാൻ വേണ്ടി, അതിലെനിക്കൊരു പങ്കുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. അദ്ദേഹത്തിന്റെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് അള്ളാഹുവിന്റെ ഫضل കൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഹെത്തീൻ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം നടന്നു. ഹെത്തീൻ യുദ്ധം എന്ന് പറയുന്നത് മസ്ജിദുൽ അഖ്സയുടെ അടുത്ത് വെച്ച് ഫലസ്തീനിലുള്ള സ്ഥലമാണ്. ഇന്നത്തെ ഭൂപടപ്രകാരം ഇസ്രായേലിലാണ് അത് കിടക്കുന്നത്. ആ സ്ഥലത്ത് വെച്ച് മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ യുദ്ധമുണ്ടായി. 2 ദിവസം കൊണ്ട് 10,000 കണക്കിന് വരുന്ന ക്രിസ്ത്യാനികളെ, 30,000-ഓളം വരുന്ന സൈന്യമുണ്ടായിരുന്നു അവർ. 2 ദിവസം കൊണ്ട് ആ യുദ്ധം അദ്ദേഹം അവസാനിപ്പിച്ചു. സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാ അദ്ദേഹം മസ്ജിദുൽ അഖ്സ മോചിപ്പിച്ചു. അത് ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു യുദ്ധമാണ് ഹെത്തീൻ യുദ്ധം, മഅറഖത്തു ഹെത്തീൻ. അതോടുകൂടി വീണ്ടും ഇത് മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് വന്നു. പിന്നീട് 1187 മുതൽ അയ്യൂബി ഭരണകൂടം, ഇദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ, ഇദ്ദേഹത്തിൽ നിന്ന് ഭരണമേറ്റെടുത്ത ഭരണാധികാരികളാണ് അയ്യൂബികൾ എന്നറിയപ്പെടുന്നത്. അവരായിരുന്നു പിന്നീട് ഫലസ്തീൻ ഭരിച്ചിരുന്നത്. അതിനുശേഷം അയ്യൂബികളുടെ ഭരണം അവസാനിച്ചത് 1260-ലാണ്. അതിനുശേഷം വന്ന അടുത്ത മുസ്ലിം ഭരണാധികാരികളാണ് ദൗലത്തുൽ മമാലിക്, അടിമ രാജവംശം എന്നറിയപ്പെടുന്ന
ഭരണകൂടം. അവർ പിന്നീട് 260 വർഷം 1517 അത്രയും കാലം ഏകദേശം 260 വർഷം അവർ ഭരിച്ചു. ഇതൊക്കെ ക്രിസ്തു വർഷത്തിലുള്ള കണക്കാണ്. 1517 വരെ. 1517 ഉസ്മാനി ഖിലാഫത്തിന്റെ തുടക്കം. ഇസ്ലാമിക ലോകത്ത് കടന്നു വന്ന അടുത്ത ഭരണാധികാരികളാണ് ഉസ്മാനികളാണ് ഉമവി ഖിലാഫത്തിന് ശേഷം പിന്നീട് മുസ്ലിം ലോകത്തെ ഏകോപിപ്പിച്ചത്. അതിനിടയിലുണ്ടായിരുന്ന അബ്ബാസികളുടെ കീഴിൽ മുസ്ലിം ലോകം ഏകോപിച്ചിട്ടില്ല. കാരണം നമ്മൾ പറഞ്ഞു, യൂറോപ്പിൽ ഒരു ഉമവി ഭരണകൂടം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ അബ്ദുറഹ്മാൻ ദാഖിൽ റഹിമഹുല്ല അവിടെ ഭരണം നടത്തിയിരുന്നു. അതുപോലെ തന്നെ പിന്നീട് വന്ന അയ്യൂബികൾക്ക് വളരെ ചെറിയ ഭരണമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം വന്ന ദൗലത്തുൽ മമാലിക് അവർ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായും മുസ്ലിം ലോകം അവർ ഭരിച്ചിട്ടില്ല. പിന്നീട് ഉസ്മാനികളാണ് ലോകത്തുള്ള മുസ്ലിം രാജ്യങ്ങളെ മുഴുവൻ ഏകോപിപ്പിച്ചതായി ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഒന്നാമത്തെ ഉസ്മാനി ഖലീഫയായ സലീം അൽ അവൽ എന്ന് പറയുന്ന ഭരണാധികാരി മസ്ജിദുൽ അഖ്സ അടക്കം പിടിച്ചെടുക്കുകയും പിന്നീടുള്ള ദീർഘമായ കാലം ഏകദേശം 400 വർഷത്തോളം അവർ ഭരണം നടത്തി. 1800 ചില്ലാനം വരെ, 1900 തൊട്ടടുത്ത് 1897 വരെ അത്രയും കാലം ഉസ്മാനികളുടെ കീഴിലായിരുന്നു ഫലസ്തീന്റെ ഭരണം. ഉസ്മാനികളുടെ ഏറ്റവും വലിയ പുണ്യമാണ്, അവർ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല കാര്യമാണ് മസ്ജിദുൽ അഖ്സ അവർ സംരക്ഷിച്ചു എന്നുള്ളത്. കാരണം മസ്ജിദുൽ അഖ്സ സലാഹുദ്ദീൻ അയ്യൂബി കീഴടക്കിയെങ്കിലും അതിനുശേഷവും ക്രിസ്ത്യാനികളുടെ ഭീഷണിയിലായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാകും, ഒരുപാട് കുരിശ് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞത് ഒന്നാമത്തെ കുരിശ് യുദ്ധമാണ്. അതിനുശേഷം ഒരുപാട് കുരിശ് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് കുരിശ് യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന്, നസ്രാണികളുടെ ഭാഗത്തു നിന്ന് മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ, ഫലസ്തീന് പിടിച്ചെടുക്കാനുള്ള പല നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും യഹൂദികൾ അവിടെ നസ്രാണികളുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ്. നസ്രാണികൾ ഫലസ്തീന്റെ ഭരണം ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ തുടർന്നിരുന്നു. പക്ഷേ ഉസ്മാനി ഖിലാഫത്ത് 1517 അധികാരം ഏറ്റെടുത്തതോടുകൂടി അതിനുശേഷം അന്ന് ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ, തുർക്കിയിലൊക്കെ ഉസ്മാനി ഖിലാഫത്ത് തന്നെ അധികാരത്തിൽ വന്നു. അപ്പുറത്ത് യൂറോപ്പിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ രാജ്യങ്ങൾ പിന്നീട് ഉസ്മാനികളിൽ നിന്ന് സ്വന്തം തടി രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഇങ്ങോട്ട് ഫലസ്തീൻ ആക്രമിക്കാൻ അവർ ശ്രമിക്കുന്നതിന് പകരം ഉസ്മാനികളെ പേടിച്ച് അവരവിടെ അടങ്ങിയിരിക്കുകയായിരുന്നു. ഇങ്ങനെ 400 വർഷത്തോളം മസ്ജിദുൽ അഖ്സയെ ഉസ്മാനികൾ സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് മസ്ജിദുൽ അഖ്സയുടെ ചരിത്രം. പിന്നീട് വീണ്ടും അത് യഹൂദികളുടെ കയ്യിലെത്തി. അപ്പൊ മുസ്ലിമീങ്ങളും നസ്രാണികളും തമ്മിലുണ്ടായ പ്രശ്നങ്ങളുടെ ചരിത്രം ഇത്രയാണ്. അത് കഴിഞ്ഞ് പിന്നെ യഹൂദികളുടെ കയ്യിൽ എങ്ങനെയാണ് എത്തിയത് മസ്ജിദുൽ അഖ്സ? ഈ ദുർബലരായ യഹൂദികൾക്ക് എങ്ങനെയാണ് മസ്ജിദുൽ അഖ്സ പിടിച്ചെടുക്കാൻ സാധിച്ചത്? അത് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് വിശദീകരിക്കാം. ഇൻഷാ അല്ലാഹ് ഈ ഇത്രയും പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മൾ ഉമർ റളിയല്ലാഹുവിന്റെ ഫത്ഹ് മുതൽ ഉസ്മാനികളുടെ ഭരണം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് ഒരു ഫുർഖത്തിന്റെ ഫലമായിരുന്നു, മുസ്ലിങ്ങൾക്കിടയിലുള്ള ഭിന്നിപ്പിന്റെ ഫലമായിരുന്നു. അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണ്? ഐക്യമാണ്. മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകണം. എന്നാൽ മാത്രമേ ശത്രുക്കളുടെ ഷെറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹായ ഹദീസിൽ കാണാം, അല്ലാഹു തആല ഈ ഉമ്മത്തിനെതിരെ 2 വാളുകൾ ഒരുമിച്ച് കൂട്ടുകയില്ല. ഒന്ന് മുസ്ലിമീങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള വാളും പുറത്തു നിന്നുള്ള ഒരു വാളും. അഥവാ മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യമുണ്ടെങ്കിൽ അവർക്ക് ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ സാധിക്കുകയുള്ളൂ. ഐക്യമുണ്ടെങ്കിലേ അവർക്ക് അവരെ സ്വയം സംരക്ഷിക്കാൻ, നമ്മെ സ്വയം സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഐക്യം എങ്ങനെയാണ് ഉണ്ടാവുക? ഐക്യം ഉണ്ടാകുക അഖീദയുടെ അടിസ്ഥാനത്തിലാണ്. എല്ലാവരും ഒരേ വിശ്വാസത്തിൽ ഐക്യപ്പെടുക എന്നുള്ളതാണ് ഐക്യത്തിന്റെ മാർഗം. മനസ്സുകൾ തമ്മിൽ ഇണങ്ങുക എന്നുള്ളതാണ് ഐക്യത്തിന്റെ മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഅല്ലഫ ബൈന ഖുലൂബിഹിം, അല്ലാഹു അവരുടെ മനസ്സുകൾ തമ്മിൽ ഇണക്കിയിരിക്കുന്നു. മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിശ്വാസം നിലനിൽക്കുന്ന സ്ഥലമാണ് മനസ്സ്. അപ്പോൾ അഖീദ ശരിയാകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഐക്യം ഉണ്ടാവുക. അഖീദ ശരിയാവാതെയുള്ള ഐക്യം അത് ഒരു കാപട്യമായിരിക്കും, അതിന് നിലനിൽപ്പുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് യഹൂദികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ശത്താ ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ, അവർ ഒരുമിച്ച് നിൽക്കുന്നതായി നിങ്ങൾക്ക് തോന്നും. വഖുലൂബുഹും ശത്താ, പക്ഷെ അവരുടെ മനസ്സിൽ പല ചിന്തകളാണ്, പല വിശ്വാസങ്ങളാണ്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ, അവർ ബുദ്ധിയില്ലാത്ത ജനങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെ അവർ നിലനിൽക്കുന്നത്. അഥവാ വ്യത്യസ്തമായ അഖീദയായിട്ടും മനസ്സുകളിൽ പല വിശ്വാസമായിട്ടും വെറുതെ എന്തെങ്കിലും ഭൗതിക ലാഭത്തിന് വേണ്ടിയോ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് ബുദ്ധിയില്ലാത്തവന്റെ ലക്ഷണമാണ്. കാരണം ആ ഐക്യം എപ്പോഴും തകരാം, അതെപ്പോഴും നഷ്ടപ്പെട്ടു പോകാം. അപ്പൊ അങ്ങനെയുള്ള ഐക്യം എന്ന് പറയുന്നത് അത് അഖലില്ലാത്ത ഒരാളുടെ അടയാളമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുസ്ലിമീങ്ങൾ ഒരേ അഖീദയിൽ, തൗഹീദിൽ, സുന്നത്തിൽ ഏകോപിക്കുക എന്നുള്ളതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം. അത് ഈ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് അത് സംഭവിച്ചത്? ബൈത്തുൽ മഖ്ദിസ് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്?
അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മഖ്ദിസ് തിരിച്ചു പിടിച്ചത് മുതൽ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പായി ഒരു കാര്യം, കഴിഞ്ഞ ദിവസം സംസാരിച്ചതിൽ വന്ന ഒരു തെറ്റ് ഒരു സഹോദരൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ജസാഹുല്ലാഹു ഖൈറൻ. അതായത് അബ്ദുൽ മലിക് ബിൻ മർവാൻ റഹിമഹുല്ലാ അദ്ദേഹം ഖുബ്ബത്തു സഖറ നിർമ്മിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 6 വർഷത്തെ അല്ലെങ്കിൽ 7 വർഷത്തെ മിസ്റിൽ നിന്നുള്ള, ഈജിപ്തിൽ നിന്നുള്ള മുഴുവൻ വരുമാനവും അദ്ദേഹം ഈ ഖുബ്ബയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചു എന്നുള്ളത്. ഒന്നാമത്, ഈ ഖുബ്ബ നിർമ്മിച്ചത് ഇസ്ലാമികമായി അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഒരു മസ്ജിദ് വളരെയധികം സമ്പത്ത് ചെലവഴിച്ച് അലങ്കരിക്കുന്നതിൽ എന്തെങ്കിലും തെളിവുണ്ടോ? അത് നിരുത്സാഹപ്പെടുത്തിയിട്ടാണ് തെളിവുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിലക്കിയിട്ടാണ് ഹദീസുകൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്നുള്ള വരുമാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സക്കാത്ത് എന്നുള്ളൊരു വാക്ക് പറഞ്ഞിരുന്നു. അത് അബദ്ധത്തിൽ വന്നുപോയതാണ്. യഥാർത്ഥത്തിൽ സക്കാത്ത് പള്ളി നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ നിന്നുള്ള ജിസിയയും മറ്റു വരുമാനങ്ങളും ഒക്കെ ആയിരിക്കും, കൃഷിയുടെയും മറ്റുമൊക്കെ ഭരണകൂടത്തിന് കിട്ടുന്ന വരുമാനമായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഏതായിരുന്നാലും അവർക്ക് ദീനിനോടുള്ള ഹുബ്ബ് കൊണ്ടാണ്, ഇസ്ലാമിനോടുള്ള താല്പര്യം കൊണ്ടാണ് അവരത് ചെയ്തത്. ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർ ഉലമാക്കളല്ല, അവർക്ക് തെറ്റുപറ്റുക സ്വാഭാവികമാണ്. പക്ഷേ അവർക്ക് ദീനിനോടുള്ള കൂറ് ആ സംഭവം കാണിക്കുന്നുണ്ട്. അത്രമാത്രം സമ്പത്ത് ഇസ്ലാമിന് വേണ്ടി അവർ ചെലവഴിച്ചു. അത് ചെയ്തത് ശരിയായ രീതിയിലാണോ അല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയം. ഇനി നമുക്ക് സലാഹുദ്ദീൻ അയ്യൂബി മുതലുള്ള ചരിത്രം ചർച്ച ചെയ്യാം. സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാ അദ്ദേഹം കുർദിയായിരുന്നു, അറബിയല്ല. ഇറാഖിലെ കുർദ് വംശത്തിൽപ്പെട്ട ആളാണ്. അവിടെ ജനിച്ച് പിന്നീട് അദ്ദേഹം ഡമസ്കസിലെത്തി. അന്നത്തെ ഖിലാഫത്തിന്റെ കേന്ദ്രം ഡമസ്കസ് ആയിരുന്നു. അവിടെ വന്ന് അവിടെ പഠിച്ച് വളർന്ന് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ തുടക്കം. പിന്നീട് അദ്ദേഹം ഭരണം ഏറ്റെടുക്കുകയും ബൈത്തുൽ മഖ്ദിസ് കീഴടക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്ന, അദ്ദേഹത്തിന്റെ അമീറായിരുന്ന നൂറുദ്ദീൻ ജംഗി റഹിമഹുല്ലാ അദ്ദേഹത്തിന് കാലശേഷം ഈ ജംഗി കുടുംബത്തിന് ശേഷം ഭരണം സലാഹുദ്ദീൻ അയ്യൂബിയുടെ കയ്യിലേക്ക് വന്നു. അദ്ദേഹമാണ് ബൈത്തുൽ മഖ്ദിസ് മോചിപ്പിച്ചത്. സലാഹുദ്ദീൻ അയ്യൂബി കുറച്ചു കാലമേ ഭരിച്ചിട്ടുള്ളൂ. 1187 ക്രിസ്തു വർഷം 1187 ബൈത്തുൽ മഖ്ദിസ് മോചിപ്പിച്ചു. 1260 അയ്യൂബി ഭരണകൂടം തന്നെ നശിച്ചുപോയി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കളും ഭരണം നടത്തി. അതിനുശേഷം ആ ഭരണകൂടത്തിന് തുടർച്ചയുണ്ടായിട്ടില്ല. അത്രയും കാലം വളരെ നല്ല രീതിയിലായിരുന്നു ബൈത്തുൽ മഖ്ദിസ് അവർ പരിപാലിച്ചത്. അദ്ദേഹത്തിന്റെ മക്കൾക്കിടയിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അങ്ങനെ അവരുടെ ഭരണം അവസാനിക്കാനുണ്ടായത്. അതിനുശേഷം ഇസ്ലാമിക ലോകത്തിന്റെ നല്ലൊരു ഭാഗം ഭരണം നടത്തിയ അടുത്ത ഭരണകൂടമാണ് അദ്ദൗലത്തു അൽ മംലൂക്കിയ, ദൗലത്തുൽ മമാലിക് എന്നറിയപ്പെടുന്ന ഭരണകൂടം. എന്തുകൊണ്ടാണ് അവർക്ക് ആ പേര് വരാൻ കാരണം? അടിമവംശം എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അടിമവംശം എന്ന് പറയുന്നത്? ആ ഭരണാധികാരികൾ ഇസ്ലാമിക ലോകത്തെത്തുന്നതിന് ഒരു ചരിത്രമുണ്ട്. അവർ പലരും അടിമകളായിരുന്നു. അന്നത്തെ ഭരണാധികാരികൾ അബ്ബാസികളും അതുപോലെ തന്നെ അബ്ബാസി ഖിലാഫത്ത് ഇപ്പോഴും തീർന്നിട്ടില്ല. അവരുടെ ചെറിയൊരു അവശിഷ്ടം ബാക്കിയുണ്ട്. ചില നാടുകളൊക്കെ അവർ ഭരിക്കുന്നുണ്ട്. ബഗ്ദാദിൽ അബ്ബാസികളുണ്ട്. ഈ അബ്ബാസി ഖിലാഫത്തിന്റെ രാജാക്കന്മാരും അതുപോലെ തന്നെ അയ്യൂബി രാജാക്കന്മാരും ഇവരൊക്കെ പടയാളികളായിട്ട് യുദ്ധത്തിന് ഉപയോഗിക്കാൻ വേണ്ടി സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി അടിമകളെ വളർത്തുമായിരുന്നു. നല്ല ആരോഗ്യമുള്ള അടിമ കുട്ടികൾ വാങ്ങിയിട്ട് അവർ ഈ പോരാട്ടത്തിന് വേണ്ടി മാത്രമായിട്ട് വളർത്തും. അതിന് പറ്റിയ രൂപത്തിൽ അവർക്ക് ഭക്ഷണം കൊടുക്കും, അതിന് പറ്റിയ തർബിയത്ത് കൊടുത്ത് അവരെ വളർത്തുമായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന പലരും അനർബികളായിരിക്കും. ഇറാനിൽ നിന്ന് കൊണ്ടുവന്നവരുണ്ട്, അതുപോലെ തുർക്കികളുണ്ട്. ഇങ്ങനെയൊക്കെ വന്ന അടിമകളാണ് പിന്നീട് അവർ ഭരണം ഏറ്റെടുക്കുന്ന അവസ്ഥയുണ്ടായി. കാരണം ഭരണാധികാരികൾ ദുർബലരാണ്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ മക്കൾ തന്നെ തമ്മിൽ തർക്കം വന്നു, അവർ തമ്മിൽ ഇഖ്തിലാഫ് ഉണ്ടായി. അപ്പൊ ഇങ്ങനെ ഇഖ്തിലാഫ് ഉണ്ടാകുമ്പോൾ ഈ സൈനികരാണെങ്കിൽ അവർ ഒറ്റക്കെട്ടായിരിക്കും, അടിമകൾ ഒറ്റക്കെട്ടായിരിക്കും. അങ്ങനെ അവർ ഭരണം പിടിച്ചെടുത്തു. അങ്ങനെയാണ് ദൗലത്തുൽ മമാലിക് എന്ന് പറയുന്ന രാജവംശം ഉണ്ടാകുന്നത്. 260 വർഷത്തോളം അവര് പിന്നീട് പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും, ഷാമിന്റെ പല ഭാഗങ്ങളും ഫലസ്തീൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഭരണം നടത്തി. അങ്ങനെ അവര് 1517 വരെ ഏകദേശം 250-260 വർഷം അവരാണ് ഭരിച്ചത്. ആ സമയത്താണ് ഉസ്മാനി ഖിലാഫത്തിന്റെ തുടക്കം. അതിന് കുറച്ച് മുമ്പേ ഉസ്മാനി രാജവംശം ഭരണം തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഉസ്മാനി ഖിലാഫത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ ഒരു വിവാദമാണ്. അവരെ കുറിച്ച് ഖിലാഫത്ത് എന്ന് പറയാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും ഇപ്പോൾ നമ്മൾ ഖിലാഫത്ത് എന്ന് പറയുന്നത് അങ്ങനെ അവരറിയപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം, അവർ ഖിലാഫത്താണ് എന്ന് അംഗീകരിച്ചതുകൊണ്ടല്ല. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നുബുവത്തിന്റെ അതേ മാർഗത്തിൽ നീതിപൂർവം ശറഅ അനുസരിച്ച് തൗഹീദും സുന്നത്തും സ്ഥാപിച്ച് ഭരണം നടത്തിയവർക്കാണ് ഖലീഫ എന്ന് പറയുക. അതല്ലാത്തവർക്ക് മലിക് എന്നാണ് പറയുന്നത്. ഇവരെക്കാളും എത്രയോ നല്ലവരായ ഭരണാധികാരികളെ നമ്മൾ ഖലീഫ എന്ന് പറയുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഉമവി ഭരണാധികാരികളെ കുറിച്ച് പോലും മുലൂക്ക് എന്നാണ് പറയുന്നത്.
രാജാക്കന്മാരെന്നാണ് പറയുന്നത്. പിന്നെ ഇവരെ കുറിച്ച് അങ്ങനെ ഖലീഫ് എന്ന് പറയും, അത് വേറെ ഒരു വിഷയമാണ്, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ അവരങ്ങനെ അറിയപ്പെട്ടു എന്ന് മാത്രം. ചില ആളുകൾ വിശ്വസിക്കുന്നത് ലോകം മുഴുവൻ, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഉസ്മാനികളുടെ കീഴിലായിരുന്നു, അതുകൊണ്ട് അവരെ ഖലീഫ എന്ന് തന്നെ പറയണം. അത് ശരിയല്ല. ഉസ്മാനികൾക്ക് ഭരണം തീരെ ലഭിക്കാത്ത ഒരുപാട് നാടുകളുണ്ട്. പൊതുവെ പഴയ കാലത്ത് ഏത് ഭരണകൂടം വന്നാലും ലോകം മുഴുവൻ ഭരിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം പഴയ കാലത്തുള്ള ഭരണകൂടങ്ങളൊക്കെ നഗരങ്ങളാണ് ഭരിക്കുക. ഗ്രാമങ്ങൾ, ഈ ബാദിയകളായിട്ടുള്ള പിന്നെ ബതുക്കൾ താമസിക്കുന്ന ഗ്രാമങ്ങൾ, അതാരും ഭരിക്കുമായിരുന്നില്ല. അവിടേക്ക് ആരും തിരിഞ്ഞു നോക്കുമായിരുന്നില്ല. അങ്ങനെ കിടന്ന സ്ഥലങ്ങളാണ് സൗദി അറേബ്യയിലുള്ള നജിദ്, റിയാദിന്റെ പരിസരത്തുള്ള പ്രദേശങ്ങളൊക്കെ. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസത്തിൽ നമുക്ക് പറയാം. ചില ആളുകൾ ചോദിക്കും, ഈ ക്ലാസ് കേട്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്. ഉസ്മാനി എന്നുള്ള വാക്ക് കേട്ടപ്പോൾ തന്നെ ചില ആൾക്കാർ ചോദിച്ചു, ഈ ആലു സൗദ് അവർ ഉസ്മാനികൾക്കെതിരെ കലാപം നടത്തിയില്ലേ? കാരണം ഉസ്മാനികൾ ഖലീഫയാണ്. ഖലീഫ എന്ന് പറയുമ്പോൾ അവര് മുസ്ലിം ലോകം മുഴുവൻ ഭരിച്ചവരാണ്. അപ്പൊ പിന്നെ ആലു സൗദ് എങ്ങനെ വന്നു എന്നൊരു ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അബ്ബാസി ഖിലാഫത്തിന്റെ കാലം മുതൽ അബ്ബാസികൾ ഒഴിവാക്കിയ സ്ഥലമാണ് നജിദ് എന്ന് പറയുന്നത്. ഇന്നത്തെ സൗദി അറേബ്യയുടെ ഭാഗമായിട്ടുള്ള റിയാദ് പരിസരത്തുള്ള പ്രദേശങ്ങൾ, റിയാദ്, ഖസീം, അതുപോലെ തന്നെ ഹായിൽ, ഈ തുടങ്ങിയ പ്രദേശങ്ങളാണ് നജിദ്. ഈ നാട് അബ്ബാസി ഖിലാഫത്തിന്റെ കാലത്ത് അവർ ഒഴിവാക്കിയതാണ്. അത്രയും വികസനമില്ലാത്ത പിന്നെ ഗ്രാമീണ പ്രദേശങ്ങളാണ്, അവിടെ നിന്നൊന്നും കിട്ടാനില്ല എന്ന് കണ്ട് അബ്ബാസികളും അതിനുശേഷം വന്ന അയ്യൂബികളും ആരും തിരിഞ്ഞു നോക്കാത്ത സ്ഥലമാണ്. ഉസ്മാനികളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെയാണ് മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ തന്റെ ആലു സഊദ് ഭരണകൂടം സ്ഥാപിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ വിശദീകരിക്കാം. അവരൊരിക്കലും ഉസ്മാനി ഖിലാഫത്തിനോട് ഖുറൂജ് നടത്തിയിട്ടില്ല. ഖുറൂജ് നടത്തണമെങ്കിൽ ആദ്യം അവരുടെ കീഴിലാകണ്ടേ, അവർ കീഴിലായിരുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഖുറൂജ് നടത്തുക? എന്ന് മാത്രമല്ല, ഉസ്മാനികൾ ഇങ്ങോട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. ഒന്നാമത്തെ ആലു സഊദ് ഭരണകൂടം മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരയിൽ വന്ന അബ്ദുല്ലാഹ് ബിൻ സഊദ് റഹിമഹുല്ലാ, അദ്ദേഹമാണ് ഒന്നാമത്തെ ആലു സഊദിന്റെ അവസാനത്തെ രാജാവ്. അദ്ദേഹത്തെ തുർക്കികൾ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹത്തെയും അന്നത്തെ പിന്നെ ആലു ഷേഖ് കുടുംബത്തിൽപ്പെട്ട ഇബ്ൻ അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടികളായിട്ടുള്ള പണ്ഡിതന്മാരെയും ഒക്കെ കൊല്ലുകയാണ് ചെയ്തത്. സുലൈമാൻ ബിൻ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹമായിരുന്നു അന്നത്തെ പേര് കേട്ട ഒരു ആലിം. അവരൊക്കെ ദിർഇയ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഇന്ന് റിയാദിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ, 10-30 കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലമാണ് ദിർഇയ. ആ ദിർഇയയിൽ മാത്രമുള്ള ഒരു ചെറിയൊരു ഗ്രാമമായിരുന്നു അന്നത്തെ സൗദി എന്ന് പറയുന്നത്. ആ നാട്ടിൽ അവര് ശരീഅത്തനുസരിച്ച് ഭരണം നടത്തിയിരുന്നു. അവരധികം വികസിച്ചിട്ടില്ല. അങ്ങോട്ട് തുർക്കി ഭരണാധികാരികൾ സൈന്യത്തെ പറഞ്ഞയക്കുകയും അവരുമായി ഏറ്റുമുട്ടുകയാണ് ചെയ്തത്. അവിടെയുള്ള മുവഹിദുകളായ സലഫികളായ മനുഷ്യന്മാര് അവര് കുറെ കാലം പിടിച്ചു നിന്നു. ഈ എല്ലാ ആയുധ സജ്ജീകരണങ്ങളുമുള്ള തുർക്കികളുമായി അവർ ഏറ്റുമുട്ടി 2 മാസത്തോളം ഉപരോധമുണ്ടായി. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ അവര് അമാന് കൊടുത്തു, നിർഭയത്വം കൊടുത്തു. നിങ്ങൾ പിന്നെ ആയുധം താഴെ വെച്ച് വന്നാൽ നിങ്ങൾക്ക് അഭയം തരാമെന്ന് പറഞ്ഞുകൊണ്ട്, ഒരു സമാധാന കരാറുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തുർക്കികൾ അവരെ ചതിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ ആയുധം വെച്ച് കീഴടങ്ങിയപ്പോൾ അവരെ പിടികൂടി കൊന്നുകളയാണ് ചെയ്തത്. ഒരു കൂട്ടക്കൊലയാണ് അവരുടെ നടത്തിയത്. ആ കൂട്ടത്തിൽ കൊല്ലപ്പെട്ട ആളാണ് സുലൈമാൻ അബ്ദുല്ല റഹിമഹുല്ലാ. അദ്ദേഹത്തെ ഖബർ കുഴിച്ച് ആ ഖബറിൽ നിർത്തി അദ്ദേഹത്തിന് ചുറ്റും സ്ത്രീകളെ കൊണ്ടുവന്ന് പാട്ട് പാടിച്ച്, അദ്ദേഹം പിന്നെ വലിയ ദായിയായിരുന്നു, തെറ്റ് കണ്ടാൽ എതിർക്കുന്ന ആളായിരുന്നു. അപ്പോൾ വെറുപ്പുണ്ടാകുന്ന കാര്യമാണെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് അവസാനം 4 വശത്തു നിന്നും വെടിവെച്ച് അദ്ദേഹത്തിന്റെ ശരീരം ചിതറിപ്പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ സഊദ്, അദ്ദേഹമായിരുന്നു ഭരണാധികാരി. അപ്പൊ ആലിമിനോട് എങ്ങനെയാണ് ചെയ്തത്? അദ്ദേഹത്തെ മാത്രമല്ല പല ഉലമാക്കളെയും കൊന്നു. പീരങ്കി കൊണ്ടുവന്ന് പീരങ്കിയുടെ ആ മുഖത്ത് ഇവരെ വെച്ച് വെടിവെച്ച് ചിതറിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ സഊദ് റഹിമഹുല്ലാ, അദ്ദേഹത്തെയും അവർ നാട് കടത്തി പിന്നീട് വധശിക്ഷ കൊടുത്ത് അദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതൊക്കെ തുർക്കികൾ ഇങ്ങോട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും അവരോട് ഏറ്റുമുട്ടാൻ പിന്നീട് ശക്തി ആർജിച്ച ആലു സഊദ് പോലും മെനക്കെട്ടിട്ടില്ല. മൂന്നാമത്തെ ആലു സഊദ്, ഇപ്പോഴത്തെ രാജാക്കന്മാരുടെ ഉപ്പയായ അൽ മലിക് അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അദ്ദേഹം ഭരണം പിടിച്ച സമയത്ത് തുർക്കി ഖിലാഫത്ത്, നമ്മളിനി അതിനെക്കുറിച്ച് പറയും, തുർക്കികൾ അവരുടെ പതനത്തിന് മുന്നിലായിരുന്നു, അവർ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പോലും തുർക്കികൾ ഇങ്ങോട്ട് വന്ന് ഇദ്ദേഹത്തെ ആക്രമിച്ചപ്പോ തുർക്കിയുടെ കീഴിലുണ്ടായിരുന്ന ഈജിപ്തിൽ നിന്ന് അവര് പടയാളികളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു, ഇവരുടെ ആലു സൗദിന്റെ നാട്ടിലേക്ക്. അവർ പോലും യുദ്ധം കഴിഞ്ഞിട്ട് മാന്യമായി ചികിത്സിക്കുകയാണ് ചെയ്തത്. അബ്ദുൽ അസീസ് രാജാവ് തന്നെ കൊല്ലാൻ വന്ന ശത്രുക്കളെ, അവർ മുസ്ലിമീങ്ങളാണല്ലോ എന്ന പേരിൽ യുദ്ധം കഴിഞ്ഞിട്ട് പരിക്ക് പറ്റിയ പടയാളികളൊക്കെ ചികിത്സിച്ച് അവരെ മദീനയിലേക്ക്, അന്ന് തുർക്കികളുടെ കീഴിലാണ് മദീനയിലേക്ക് അവരെ പറഞ്ഞയച്ച് അവിടെ വരെ എത്തിക്കുകയാണ് ചെയ്തത് അദ്ദേഹം. ആ സംഭവം കഴിഞ്ഞപ്പോൾ അന്നത്തെ തുർക്കി രാജാവായിരുന്ന അബ്ദുൽ ഹമീദ് അസാനി, അവസാനത്തെ തുർക്കി രാജാക്കന്മാരുടെ ശക്തനായ അവസാനത്തെ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് ശേഷമാണ് തുർക്കി ഭരണകൂടം തകരുന്നത്. അബ്ദുൽ ഹമീദ് അസാനി റഹിമഹുല്ലാ, അദ്ദേഹം അബ്ദുൽ അസീസ് രാജാവിന് കത്തയച്ചിട്ടുണ്ട്. അൽ അമീറുൽ ഖത്തീർ
വസ്സഈമുൽ കബീർ എന്നൊക്കെ വിളിച്ചിട്ട് വളരെ ആദരവോടെയാണ് അദ്ദേഹത്തിന് കത്തയക്കുന്നത്, നന്ദി പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തെ അമീറായി അംഗീകരിച്ചുകൊണ്ടാണ്. ഇപ്പൊ ഒരു ഖാരിജിയായിട്ടല്ല തുർക്കി രാജാക്കന്മാർ പോലും ഇവരെ കണ്ടിട്ടുള്ളത്. അത് ഇൻഷാ അല്ലാഹ് വിശദമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളതും തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതുമായ വിഷയമാണ് ആലു സൗദിന്റെ ചരിത്രം. അതിനെക്കുറിച്ച് സംസാരിക്കുന്നവർ തന്നെ പിന്നെ പാശ്ചാത്യന്മാരുടെ അടിമകളായിട്ടും അതുപോലെ തന്നെ ഖിലാഫത്തിന്റെ ശത്രുക്കളായിട്ടുമൊക്കെയാണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ ചിത്രീകരിക്കുക. ഏതായിരുന്നാലും അത് വിശദമായിട്ട് നമുക്ക് മറ്റൊരു സമയത്ത് ചർച്ച ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്നത് ഉസ്മാനി ഭരണകൂടം അവര് ഈ 1517 അവര് ഫലസ്തീൻ പിടിച്ചെടുത്തു. അതിനുമുമ്പ് തന്നെ അവർ മുസ്ലിം ലോകത്ത് പല രാജ്യങ്ങളും ഭരിക്കുന്നുണ്ട്. അവരുടെ ഭരണം ഷാമിലെത്തി, ഫലസ്തീനിലെത്തി. അതിനുശേഷം അവർ വളരെ നല്ല രീതിയിൽ തന്നെ ബൈത്തുൽ മഖ്ദിസ് പരിപാലിച്ചിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ നമുക്ക് അനുകൂലമായതും പ്രതികൂലമായതും പറയണം. തുർക്കി ഭരണകൂടം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പിൽക്കാലത്ത് അവർ ശിർക്കും ബിദ്അത്തും ധാരാളമായി കൊണ്ടു നടന്നിരുന്ന ഒരു ഭരണകൂടമാണ്. അവരുടെ കീഴിൽ ഷിർക്കിന് വളരെയധികം പ്രചാരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ബൈത്തുൽ മഖ്ദിസിനെ സംരക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ അവർ നല്ല സേവനം ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഒരു പുണ്യകർമ്മം തന്നെയാണ്. അവരോട് മുസ്ലിം ഉമ്മത്ത് കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം 1109 അടുത്ത ആ കാലത്ത് ഒന്നാമത്തെ കുരിശ് യുദ്ധം അവസാനിച്ചു. അതിനുശേഷം തുടർച്ചയായി 300 വർഷങ്ങളോളം യൂറോപ്യന്മാർ ശ്രമം തുടർന്നിട്ടുണ്ട് വീണ്ടും ബൈത്തുൽ മഖ്ദിസ് തിരിച്ചുപിടിക്കാൻ വേണ്ടി. പക്ഷേ ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുത്തുക മാത്രമല്ല, യുദ്ധം അവരുടെ നാട്ടിലേക്ക് അങ്ങോട്ട് മാറ്റുകയായിരുന്നു ഉസ്മാനികൾ ചെയ്തത്. അങ്ങോട്ട് പോയി യൂറോപ്പിലെ പല രാജ്യങ്ങളെയും ആക്രമിക്കുകയും അവരെ പ്രതിരോധത്തിലാക്കുകയുമാണ് അന്നത്തെ ഭരണകൂടം, മുസ്ലിം ഭരണാധികാരികൾ ചെയ്തിട്ടുള്ളത്. അള്ളാഹു അവർക്ക് അതിന് പ്രതിഫലം നൽകട്ടെ, അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കട്ടെ. ഏതായാലും അവരുടെ ഭരണം പതുക്കെ ദുർബലമായി വന്നു. 1987 ഒരു സംഭവം ഉണ്ടായി. അന്ന് തുർക്കി ഭരണകൂടം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് യൂറോപ്പിലുള്ള ഹംഗറി എന്ന് പറയുന്ന രാജ്യത്തുള്ള ഒരു പത്രപ്രവർത്തകനായിട്ടുള്ള വ്യക്തി, തിയോഡർ ഹെർസൽ എന്ന പേരുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം പത്രക്കാരനാണ്, അതുപോലെ തന്നെ നോവലിസ്റ്റാണ്, ഒരു കലാകാരനാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? യൂറോപ്പിലുള്ള പ്രമുഖരായ പല യഹൂദികളെയും, പണക്കാരായിട്ടുള്ള യഹൂദികളെ വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് നടത്തി. ഇപ്പോൾ അന്നത്തെ കാലത്ത് യൂറോപ്പ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു 1600 വരെ യൂറോപ്പിൽ ദാരിദ്ര്യമായിരുന്നു. അതുപോലെ തന്നെ 1997 3 വർഷം മുമ്പ് 1897 ഈ മീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് 1600 വരെ യൂറോപ്പിന്റെ ഇരുണ്ട യുഗമാണ് നമ്മൾ പറഞ്ഞു. അന്ന് യൂറോപ്പിലെ ആളുകൾ പരസ്പരം കൊന്നു തിന്നുകയായിരുന്നു. ആ ഒരു ഭിന്നിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഓർബാൻ രണ്ടാമൻ എന്ന് പറയുന്ന മാർപ്പാപ്പ അവരെ വിളിച്ചുകൂട്ടുകയും ബൈത്തുൽ മഖ്ദിസ് ആക്രമിക്കാൻ വേണ്ടി പദ്ധതി ഇടുകയും ചെയ്തു. അദ്ദേഹം ഒരു തന്ത്രശാലിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ കള്ളന്മാരെ നമുക്ക് പോരാളികളാക്കി മാറ്റാം. ഇതായിരുന്നു അദ്ദേഹത്തിന് മുദ്രാവാക്യം. കള്ളന്മാരായിട്ടുള്ള അടിമകളെ നമുക്ക് പോരാളികളാക്കി മാറ്റാം. അവർക്ക് നല്ല കഴിവുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. ഈ അടിമകൾക്ക് അവരെ വളർത്തുന്നത് തന്നെ അധ്വാനിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവരുടെ ഈ കഴിവ് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഈ അടിമകൾ അന്നത്തെ യൂറോപ്പിലെ പുരോഹിതന്മാർക്കും ഭരണാധികാരികൾക്കും മുതലാളിമാർക്കും എതിരെ ഒരു കലാപത്തിന് ഒരുങ്ങിയിരുന്നു. നിങ്ങൾ ചിലപ്പോൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. ഇറ്റലിയിൽ നടന്ന സ്പാർട്ടക്കസ് എന്ന് പറയുന്ന ഒരു നടത്തിയ ഒരു അടിമ കലാപം. ഇങ്ങനെയുള്ള കലാപങ്ങളൊക്കെ നടത്തി ഈ അടിമകൾ ഒരുപക്ഷെ ഭരണം പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയായിരുന്നു. അപ്പൊ അവരെയൊക്കെ നമുക്ക് അവരുടെ ഈ ഷെർ ഒഴിവാക്കി നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുരോഹിതൻ ഇങ്ങോട്ട് പറഞ്ഞേക്കായിരുന്നു. അവർക്കൊക്കെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റും കൊടുത്തുകൊണ്ട്. അങ്ങനെയാണ് ആ സംഭവം നടന്നത്, നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് 1600 ആയപ്പോഴത്തേക്ക് യൂറോപ്പിൽ പല ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ തുടങ്ങി. ചർച്ചിന്റെ അധികാരം ദുർബലമായിക്കൊണ്ടിരുന്നു. അവിടെ ജനങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരുന്നു. ഭൗതികമായി, ആത്മീയമായി, ദീനിയായി അവരുടെ അവസ്ഥ അന്നും ഇന്നും നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം യൂറോപ്പില് പല പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നത് യഹൂദികളായിരുന്നു. ഏത് രാജ്യം നോക്കിയാലും അന്നു മുതൽ ഈ 1600 മുതൽ യൂറോപ്പിൽ വികസനം തുടങ്ങിയപ്പോൾ ആ വികസനത്തിന്റെ ഫലം ഏറ്റവും കൂടുതൽ ആസ്വദിച്ചവരാണ് യഹൂദികൾ. അവർ ബുദ്ധിയുള്ളവരാണ്. ചരിത്രത്തിൽ നോക്കിയാൽ നമുക്കറിയാം, അവരുടെ അറിയപ്പെട്ട സിഫാത്തുകളാണ്. അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എന്തു മാർഗവും അവർ സ്വീകരിക്കും. ദുന്യവിയായിട്ടുള്ള അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എന്തു മാർഗവും സ്വീകരിക്കും. യഹൂദികളുടേതായ ഒരു തത്വമുണ്ട്. അവർ ദീൻ ഉപേക്ഷിച്ചതിന് ശേഷം ആദ്യകാലം മുതലേ അവർ കൊണ്ടു നടക്കുന്ന ഒരു കായികയുണ്ട്. എന്താണ്? അൽ ഗായത്തു തുബരിറുൽ വസീല. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും. നല്ല ലക്ഷ്യമുണ്ടെങ്കിൽ എന്ത് തോന്നിയവസം ചെയ്യാം അത് നേടാൻ വേണ്ടി. അത് അവരുടെ നയമാണ്.
അതുകൊണ്ടാണ് അവർ സമ്പത്തുണ്ടാക്കിയത്. എത്രത്തോളം എന്ന് വെച്ചാൽ അന്നു മുതൽ ഇന്ന് വരെ, ഈ 1600-കൾക്ക് ശേഷം ഇന്ന് വരെ ലോകത്തിന്റെ മൊത്തം സമ്പത്തിന്റെ പകുതിയോളം യഹൂദികളുടെ കയ്യിലാണെന്നാണ് പറയുന്നത്. അതിന്റെ കാരണം ഇതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള ഭൗതികമായ ചില അസ്ബാബുകളുണ്ട്. ഒരാളിപ്പോ മോഷ്ടിച്ചാലും അയാൾക്ക് പണം ഉണ്ടാക്കാം, പിടിച്ചു പറിച്ചാൽ പണം ഉണ്ടാക്കാം. പക്ഷേ ആ പണത്തിന് ബർക്കത്തുണ്ടാവുകയില്ല. മാത്രമല്ല ആഖിറത്തിൽ അള്ളാഹു ഹിസാബ് ചെയ്യും. ദുനിയാവിൽ ഹിസാബില്ല. അങ്ങനെ ഹറാമോ ഹലാലും നോക്കാതെ സമ്പാദിക്കുന്ന ആളുകൾക്ക് സമ്പാദിക്കാൻ സാധിക്കും. അങ്ങനെ സമ്പാദിച്ചതാണ് അവരുടെ സ്വത്ത്. എന്ത് തന്ത്രം പ്രയോഗിച്ചും അവർ സമ്പത്തുണ്ടാക്കും. അങ്ങനെ യഹൂദികൾക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ള യഹൂദികളൊക്കെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും, ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നൊക്കെ വിളിച്ചുകൂട്ടി സ്വിറ്റ്സർലൻഡിൽ ഒരു മീറ്റിംഗ് വെച്ചു 1897. ഈ ഹെർസൽ എന്ന് പറയുന്ന യഹൂദി, തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന യഹൂദി. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, നമുക്ക് യഹൂദികളുടേതായ ഒരു രാജ്യം വേണം. അതിന് ഏറ്റവും നല്ലത് ഫലസ്തീനാണ്. കാരണം അവിടെ ബൈത്തുൽ മഖ്ദിസ് ഉണ്ട്. അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത ഭൂമിയാണ് എന്ന് അവർ അവകാശപ്പെടുന്നതാണ്. അള്ളാഹു വാഗ്ദാനം ചെയ്ത് തന്നെയാണ്. പക്ഷെ ആർക്കാണ്? ഈമാനുള്ള തൗഹീദുള്ള ആളുകൾക്ക്, അമ്പിയാക്കളെ പിന്തുടരുന്നവർക്ക്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് തന്നെയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു തആല അങ്ങോട്ട് പ്രവേശിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ മൂസാ നബിയുടെ ദീനിൽ നിന്ന് അവര് വ്യതിചലിച്ചു പോയിട്ടുണ്ട്. പല ആളുകളും ചോദിച്ചിരുന്നു, എന്താണ് യഹൂദികളുടെ അഖീദ? ഇപ്പോഴുള്ള യഹൂദികളുടെ അഖീദ എന്താണ്? യഹൂദികൾ തൗഹീദുള്ളവരാണ്. അവരുടെ വാദപ്രകാരം ഞങ്ങൾ മുവഹിദുകളാണെന്ന് വാദിക്കുന്നവരാണ്. പക്ഷെ തൗഹീദിന് നിരക്കാത്ത പല പ്രവൃത്തികളും അവർ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന് മകനുണ്ട് എന്ന് വാദിക്കുന്നുണ്ട്. വഖാലത്തിൽ യഹൂദു ഉസൈറുൻ ഇബ്നുല്ലാഹ്. അതുപോലെ തന്നെ അമ്പിയാക്കളെ പറ്റി വലിയ ആരോപണങ്ങൾ പറയുന്നവരാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം സാഹിറാണ്, കാഫിറാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം കാഫിറായി പോയി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുപോലെ ലൂത്ത് അലൈഹിസ്സലാം അദ്ദേഹം വ്യഭിചരിച്ചു എന്നവർ പറയുന്നു. നഊദു ബില്ലാഹ്. അതുപോലെ തന്നെ യാക്കൂബ് അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മോഷ്ടിക്കുമായിരുന്നു എന്നവർ പറയുന്നു. അവരുടെ വിശ്വാസപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല ന്യൂനതകളില്ലാത്തവനല്ല. യദുല്ലാഹി മഗ്ലൂല, അള്ളാഹു പിശുക്കനാണ് എന്ന് പറയുന്നവരാണ്. ഞങ്ങൾ അള്ളാഹുവിന്റെ ആൾക്കാരാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ അള്ളാഹു എന്ന് പറയുന്നതിന്റെ സങ്കല്പം ശരിയല്ല. ദൈവം ഒന്നേ ഉള്ളൂ, സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ ദൈവത്തിന് മകനുണ്ട്, അതുപോലെ തന്നെ ആ ദൈവത്തിന് കുറെ ദുർഗുണങ്ങളുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ്. ഖാതലഹുമുല്ലാഹ്. ഈ ഖൗമ് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമിയാണ് എന്നാണ് ബൈത്തുൽ മഖ്ദിസിനെ കുറിച്ച് വിശ്വസിക്കുന്നത്. ഇപ്പൊ ഈ ബൈത്തുൽ മഖ്ദിസ് കേന്ദ്രീകരിച്ച് നമുക്ക് ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കാമെന്നുള്ള പദ്ധതി ഇയാൾ അവിടെ അവതരിപ്പിച്ചു. അപ്പോ അവിടെയുള്ള പലരും അതിനോട് യോജിച്ചു. പലരും അത് ബുദ്ധിമുട്ടുള്ളതാണ്, അതിന് പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞു. കാരണം അന്ന് അവർക്കൊരിക്കലും ചിന്തിക്കാവുന്ന കാര്യമായിരുന്നില്ല ഇത്. കാരണം ഇവിടെ മുസ്ലിമീങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇയാള് പറഞ്ഞു, നമുക്കതിന് ശ്രമിക്കാം, ബൈത്തുൽ മഖ്ദിസ് അല്ലെങ്കിൽ ഫലസ്തീൻ നമ്മുടേതാക്കാൻ ശ്രമിക്കാം. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും നാട്ടിൽ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കാം. അങ്ങനെ അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥലങ്ങളാണ് അർജന്റീന പറ്റിയില്ലെങ്കിൽ ഉഗാണ്ട. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, യഹൂദികളായിട്ട് ദീൻ കയ്യൊഴിച്ചവരായ യഹൂദികളാണ്. അവർക്ക് പോലും തങ്ങളുടെ ദീൻ നിലനിൽക്കുന്ന ഒരു ചുറ്റുപാടിൽ ജീവിക്കണം, ഒന്നിച്ച് നിൽക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ അർജന്റീനയും ഉഗാണ്ടയും ഒന്നും യൂറോപ്പിനെ അപേക്ഷിച്ച് യാതൊരു വികസനവുമില്ലാത്ത നാടുകളാണ്. അവിടെ ആയാൽ പോലും നമ്മുടെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പറ്റം ആളുകളും ഒരു സമൂഹവും വേണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അവര് അന്നത്തെ ഭരണാധികാരിയായ, അതായത് ഇസ്ലാമിക ലോകത്തിന്റെ മിക്കവാറും ഭാഗങ്ങളൊക്കെ ഭരിക്കുന്ന ഉസ്മാനികളെ കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. ഉസ്മാനികളുടെ അന്നത്തെ രാജാവാണ് അബ്ദുൽ ഹമീദ് അസാനി. നേരത്തെ നമ്മൾ പറഞ്ഞ മലിക് അബ്ദുൽ അസീസിനോട് കത്തയച്ച അബ്ദുൽ ഹമീദ് രണ്ടാമൻ. ഈ അബ്ദുൽ ഹമീദ് രണ്ടാമനോട് ഹെർജൽ എന്ന് പറയുന്ന ഈ യഹൂദി വന്ന് സംസാരിച്ചു. ഈ യഹൂദിയുടെ ഒരു സുഹൃത്തായ ഒരു ബ്രിട്ടീഷുകാരൻ, ഒരു ഇംഗ്ലണ്ടുകാരൻ ഈ അബ്ദുൽ ഹമീദ് രാജാവിന്റെ കൂടി സുഹൃത്തായിരുന്നു. അവർക്ക് പൊതുവായിട്ടുള്ള ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം വഴിയാണ് ഈ സംസാരം നടക്കുന്നത്. അപ്പൊ ഇയാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്ന വില തരാം, ബൈത്തുൽ മഖ്ദിസും അതിന്റെ പരിസരത്തുള്ള കുറച്ച് സ്ഥലവും നമുക്ക് വേണം. അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ് അവര് പറഞ്ഞോ ഇല്ല, അല്ലാഹു ആലം. ഏതായാലും ഫലസ്തീനിൽ കുറെ സ്ഥലം ആവശ്യപ്പെട്ടു. അതിന് എന്ത് വില വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഈ സുൽത്താൻ അബ്ദുൽ ഹമീദ് റഹിമഹുല്ലാ അദ്ദേഹം അത് നിരസിച്ചു. അദ്ദേഹം പറഞ്ഞു, ബൈത്തുൽ മഖ്ദിസ് അതുപോലെ തന്നെ ഈ ഖുദ്സ് പട്ടണം എന്ന് പറയുന്നത് എന്റെ ശരീരത്തിലെ ഒരു അവയവമാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു അവയവം മുറിച്ചെടുക്കുക എന്നുള്ളത് സാധ്യമല്ല. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ബുദ്ധിയുള്ള ആളാണ്, അദ്ദേഹത്തിന് അറിയാമായിരുന്നു തന്റെ ഭരണകൂടം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, മുസ്ലിങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭിന്നിപ്പിനുള്ള കാരണം എന്തായിരുന്നു? ഷിർക്കാണ് ഏറ്റവും വലിയ കാരണം. ഉസ്മാനി ഖിലാഫത്തിന്റെ അവസാന കാലത്ത് ഒരു മുസ്ലിം ഭരണകൂടം എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവർ. അത്രമാത്രം ഷിർക്ക് ഇസ്ലാമിക രാജ്യത്ത് പെരുകിയിരുന്നു. ഈജിപ്തിൽ മാത്രം ഇന്നത്തെ കണക്കനുസരിച്ച് ഈജിപ്തിലെ പുരാവസ്തു ഗവേഷണത്തിന്റെ അതുമായി ബന്ധപ്പെട്ട
ആളുകളുടെ സംഘടനകൾ പറയുന്നത് 6000 ഖബറുകൾ, ആരാധിക്കപ്പെടുന്ന ആളുകൾ സിയാറത്ത് ചെയ്യുന്ന 6000 ഖബറുകൾ ഈജിപ്തിൽ മാത്രം ഉണ്ടെന്ന്. ഇതെല്ലാം അല്ലെങ്കിൽ ഇതിന്റെ മിക്കവാറും ഇതിൽ ബഹുഭൂരിഭാഗവും ഉണ്ടായത് ഉസ്മാനി ഖിലാഫത്തിന്റെ കാലത്താണ്. കാരണം മനുഷ്യരങ്ങോട്ട് പോകുന്നത് ഇതിന് കുറച്ച് പഴക്കമുണ്ട്, ഇത് നബിമാരുടേതാണ്, ഔലിയാക്കളുടേതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ പോകുന്നത്. ഇതൊക്കെ ഉസ്മാനി ഭരണത്തിന്റെ കാലത്താണ് ഉണ്ടായത്. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായി അത് ഒരുപക്ഷെ ഈ രാജാവിന്റെ നേരിട്ടുള്ള തെറ്റായിരിക്കില്ല. അന്നത്തെ പണ്ഡിതന്മാർ അത്രയും പഴച്ച ആളുകളായിരുന്നു. പിൽക്കാലത്ത് ആലു സൗദ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിൽ ഈ കുഗ്രാമത്തിൽ ഈ പറഞ്ഞ ദിർഇയയിൽ ഒരു ചെറിയ തൗഹീദി ദഅവത്ത് തുടങ്ങിയപ്പോൾ അവർ കാഫറുകളാണ്, അവരുമായി യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാനി രാജാക്കന്മാർക്ക് ഫത്വ കൊടുത്തിരുന്ന ആളുകളാണ് അന്നത്തെ പണ്ഡിതന്മാർ. നിങ്ങൾക്ക് അതിന്റെ എത്രമാത്രം പിഴച്ചവരായിരുന്നു അന്നത്തെ പണ്ഡിതന്മാരെന്ന് അറിയണമെങ്കിൽ അതിനൊരു ഉദാഹരണം നിങ്ങൾ നോക്കിയാൽ മതി. തഫ്സീർ ജലാലൈൻ കേട്ടിരിക്കും. തഫ്സീർ ജലാലൈന്റെ അറിയപ്പെട്ട ഒരു വിശദീകരണമാണ്, അല്ലെങ്കിൽ അതിന് അടിക്കുറിപ്പായിട്ട് എഴുതിയ ഒരു കിതാബാണ് ഹാഷിയത്തു സാവി. സാവി എന്ന് പറയുന്ന ഒരു ആലിം, അറിയപ്പെട്ട ആലിമാണ്, മുഫസ്സിറാണ്. പക്ഷെ അദ്ദേഹം ആ തഫ്സീറിൽ സൂറത്ത് ഫാത്തിറിൽ ഇന്ന ശൈത്താന ലക്കും അദുവൻ ഫത്തഖിദുഹു അദുവ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി കാണുക, അവൻ അവന്റെ പാർട്ടിയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച് പറയുന്നത് ആ ആയത്തിൽ ഉൾപ്പെടും ഈ വഹാബികളെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെയായിരുന്നു അന്നത്തെ മുഫ്തിമാര്, പണ്ഡിതന്മാര്. അപ്പൊ ഇത്രമാത്രം ദുഷിച്ചു, ശിർക്കും ബിദ്അത്തും ആ ഭരണകൂടത്തിന്റെ കീഴിൽ താഴ്ച വളർന്നു. അതോടുകൂടി അത് ദുർബലമായി. അപ്പൊ തങ്ങളുടെ ഈ ഭരണം നഷ്ടപ്പെടാൻ പോവുകയാണ് എന്ന കാര്യം അബ്ദുൽ ഹമീദിന് അറിയാമായിരുന്നു, സുൽത്താൻ അബ്ദുൽ ഹമീദിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ യഹൂദിയോട് സുൽത്താൻ അബ്ദുൽ ഹമീദ് പറഞ്ഞു, ഇപ്പൊ ഞാൻ എന്തായാലും തരാൻ പോകുന്നില്ല, പക്ഷേ എന്റെ കാലശേഷം നിനക്കത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് നശിക്കാൻ പോവുകയാണ്. അവരാണെങ്കിൽ ശക്തന്മാരാണ്, യൂറോപ്യന്മാർ, അവർക്ക് ഈ ഭൂമിയിൽ കണ്ണുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ദുർബലരും അവർ ശക്തരുമാണ്, ഇത് അവരുടെ കയ്യിലേക്ക് തന്നെ പോകാനുള്ളതാണ് എന്ന് ദീർഘദൃഷ്ടിയോടെ അദ്ദേഹം അന്നേ മനസ്സിലാക്കുകയും പ്രവചിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അവർ പിന്നീടും പല പ്രാവശ്യം ചർച്ചകൾ നടത്തി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഉസ്മാനികൾ അവർക്ക് വിട്ടുകൊടുത്തിട്ടില്ല. പല അഭിപ്രായങ്ങളും ഈ മസലയിൽ കാണാം. ചരിത്രം പരിശോധിച്ചാൽ പല ചരിത്രകാരന്മാരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാം. ഉസ്മാനികൾ കുറച്ച് ഭൂമി കൊടുത്തു, അല്ലെങ്കിൽ ഒരു കരാർ ഉണ്ടാക്കി, രഹസ്യമായി ഒരു ധാരണയുണ്ടായിരുന്നു എന്നൊക്കെ. അല്ലാഹു ആലം. ഏതായിരുന്നാലും ബാഹ്യമായി നമുക്കറിയുന്നത് അവര് ഫലസ്തീൻ വിട്ടുകൊടുത്തിട്ടില്ല. അതിനുശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇദ്ദേഹത്തിന് ശേഷം വന്ന അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് റഷാദ് എന്ന രാജാവ്, അബ്ദുൽ ഹമീദിന്റെ മകൻ മുഹമ്മദ് റഷാദ്, മുഹമ്മദ് അൽ ഖാമിസ്, മുഹമ്മദ് അഞ്ചാമൻ എന്നറിയപ്പെടുന്ന രാജാവ്. അദ്ദേഹത്തിന്റെ കാലത്ത് അബ്ദുൽ ഹമീദ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തുർക്കിയാണ് അന്നത്തെ ഉസ്മാനികളുടെ കേന്ദ്രം. അവിടെ ഒരു പാർട്ടി, ഒരുപക്ഷെ ഇസ്ലാമിക ലോകത്ത് ആദ്യത്തെ പാർട്ടി ആയിരിക്കും, ഹിസ്ബുൽ ഇത്തിഹാദി വ തറക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടായി. ആ പാർട്ടിക്കാര് അന്നത്തെ ഉസ്മാനി ഖിലാഫത്തിനെ അട്ടിമറിച്ച് അവിടെ ഭരണം പിടിച്ചെടുത്തു. അവരും തങ്ങൾ ഉസ്മാനികളാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ്, ഇസ്ലാമിക ഭരണമാണ് എന്നൊക്കെ തന്നെയാണ് വാദിച്ചിരുന്നത്. പക്ഷെ ഭരണം അവരുടെ കയ്യിലായി. എന്നിട്ട് അവർ ഈ രാജാവിന്റെ അധികാരങ്ങളെ വെട്ടിക്കുറച്ചു. രാജാവിന് പേരിന് മാത്രം ഒരു സ്ഥാനം കൊടുത്തു. പാർലമെന്റ് ഉണ്ടാക്കി. പാർലമെന്റിനായി പിന്നെ ഭരണം, ജനാധിപത്യം കൊണ്ടുവന്നു മുസ്ലിം ലോകത്ത്. അങ്ങനെ ഈ പാർലമെന്റിന്റെ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഒരു അധികാരവുമില്ലാതെ ഒരു റബ്ബർ സ്റ്റാമ്പായി രാജാവിന് പേരിന് ഒരു സ്ഥാനം അവർ കൊടുത്തു. അങ്ങനെ അവർ ആദ്യമായി കൊണ്ടുവന്ന രാജാവാണ് അബ്ദുൽ ഹമീദ് സാനിയുടെ മകനായ മുഹമ്മദ് റഷാദ്, അല്ലെങ്കിൽ മുഹമ്മദ് അൽ ഖാമിസ് എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹത്തിന് പേരിന് മാത്രം ചില അധികാരങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ ഈ പാർലമെന്റ് വന്നതിന് ശേഷം അവർ ചെയ്ത വലിയ ഒരു അബദ്ധം, ഈ പാർലമെന്റിന്റെ നേതൃത്വത്തിലാണ് ഉസ്മാനി ഭരണകൂടം നശിക്കുന്നത്. പല ആളുകളും പറയും സൗദി രാജാവായിരുന്നു ഉസ്മാനി ഭരണകൂടത്തിന്റെ നാശത്തിന് കാരണം. സൗദി രാജാവ് എന്ത് ചെയ്യാനാണ്? സൗദി രാജാവ്, സൗദി അറേബ്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കീഴിലുള്ള അന്നത്തെ പ്രദേശങ്ങൾ വളരെ ദുർബലമാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ദിർഇയയും റിയാദും അഹ്സ ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ പോലും അദ്ദേഹം അങ്ങോട്ട് പോയി ഒരു ആക്രമണത്തിലൂടെ അല്ല പിടിച്ചെടുത്തത്. ദിർഇയ മാത്രം, അതുപോലെ തന്നെ റിയാദും ദിർഇയയും, ഈ പ്രദേശങ്ങൾ മാത്രമായിരുന്നു അബ്ദുൽ അസീസ് രാജാവിന്റെ കയ്യിലുണ്ടായിരുന്നത്. പിന്നീട് ഈ രാജാക്കന്മാർ വീണുപോയി, ഉസ്മാനി ഭരണകൂടം ദുർബലമായി, അവിടെ പാർലമെന്റ് വന്നു. പാർലമെന്റിൽ തന്നെ പരസ്പരം പല പ്രശ്നങ്ങളും ഉണ്ടായി, പാർട്ടികളുണ്ടായി. ആ സമയത്ത് ഉസ്മാനികൾക്ക് ഈ സൗദി അറേബ്യയിൽ, ഇന്നത്തെ സൗദി അറേബ്യയിൽ, അന്ന് സൗദി അറേബ്യ ഇല്ല, ഹിജാസിലുള്ള മക്കയും മദീനയും അതുപോലെ അൽ അഹ്സ ഇതൊക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, ഈ പ്രദേശമൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയാതെയായി. ഇതൊക്കെ അവരുടെ കീഴിലായിരുന്നു, മക്ക മദീനയൊക്കെ അവരുടെ കീഴിലായിരുന്നു. പക്ഷെ റിയാദും ദിർഇയും അവരുടെ കീഴിലല്ല. അവിടെ ആലു സൗദാണ് ഭരിക്കുന്നത്. കാരണം അതൊരു ബദു പ്രദേശമാണ്, അതൊരു ബാദിയത്താണ്. അങ്ങോട്ട് അവർ തിരിഞ്ഞു നോക്കിയിരുന്നില്ല.
അവര് തിരിഞ്ഞു നോക്കിയിരുന്ന ഉസ്മാനി ഭരണാധികാരികൾ ഭരിച്ചിരുന്ന മക്കയും മദീനയും തന്നെ അവർക്ക് പിന്നെ ശ്രദ്ധിക്കാൻ പറ്റാതെയായി. കാരണം അവർക്കിടയിൽ തന്നെ പ്രശ്നങ്ങളായി. ആ സമയത്ത് പല നാട്ടുരാജ്യങ്ങളും, ഉസ്മാനികളുടെ കീഴിലുള്ള നാട്ടുരാജ്യങ്ങളും അബ്ദുൽ അസീസ് രാജാവിനോട് ഇങ്ങോട്ട് സഹായം തേടുകയും ഞങ്ങളുടെ ഭരണം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ചെയ്തത്. ഉദാഹരണത്തിന്, ഒന്നാമതായി നജിദിലേക്ക് അൽ സൗദിന്റെ ഭരണകൂടത്തിലേക്ക് ലയിച്ച രാജ്യമാണ് അൽ അഹ്സ. ഇന്നും സൗദി അറേബ്യയിൽ അൽ അഹ്സ എന്ന് പറയുന്ന നാട് കാണാം. അവരെങ്ങനെയാണ് സൗദിയിൽ ലയിച്ചത്? അവിടെയുള്ള ഭരണാധികാരി, അവിടുത്തെ ഖാദിയായിരുന്ന അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുറഹ്മാൻ അൽ മുല്ല എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം അബ്ദുൽ അസീസ് രാജാവിന് കത്ത് എഴുതുകയാണ് ഇവിടുത്തെ ഭരണം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അവിടെ പരിപാലിക്കാൻ ആരുമില്ല, അവിടെ കാര്യങ്ങൾ നോക്കാൻ ഒരു നേതൃത്വമില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹം അവരെ ഒരു യുദ്ധമില്ലാതെ തന്റെ രാജ്യത്തിലേക്ക് ലയിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് പല നാട്ടുരാജ്യങ്ങളും അദ്ദേഹം പിടിച്ചെടുത്തത്. പിന്നീട് ചില യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ശരി തന്നെയാണ്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു അവസരത്തിൽ വിശദീകരിക്കാം. ഏതായിരുന്നാലും അന്ന് ഉസ്മാനി ഭരണം ക്ഷയിച്ച് തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് പല രാജ്യങ്ങളും ഓരോന്നോരോന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അതിൽപ്പെട്ടതാണ് മക്ക. മക്ക അവർക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? മക്കയിലെ ഭരണാധികാരികൾ ഉസ്മാനി ഖിലാഫത്തിന്റെ കീഴിൽ മക്കയിൽ ഗവർണർമാരായി ഭരിച്ചിരുന്നത് ആലു ഷെരീഫ് എന്ന് പറയുന്ന ഭരണകൂടമായിരുന്നു. ആലു ഷെരീഫ് എന്ന് പറഞ്ഞാൽ അവർ തങ്ങന്മാരാണ്, സയ്യിദ്മാരാണ്, നബിസ്വല്ലല്ലാഹു കുടുംബ പരമ്പരയിൽപ്പെട്ട ആളുകളാണ്. അന്ന് ഈജിപ്തിൽ ബ്രിട്ടീഷുകാരുടെ ഏജന്റുമാരായിട്ട്, ബ്രിട്ടീഷുകാരന്ന് ലോകം പിടിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല രാജ്യങ്ങളും കച്ചവടത്തിനെന്ന് പറഞ്ഞ് ചെന്നിട്ട് ഇന്ത്യയിലേക്ക് വന്നതുപോലെ മിസ്റിൽ അവരെത്തിയിട്ടുണ്ട്. ഉസ്മാനി ഭരണത്തിന്റെ കീഴിലാണ് മിസ്ർ, പക്ഷെ ബ്രിട്ടീഷുകാർക്ക് അവിടെ ഭരണത്തിൽ പങ്കുണ്ടായിരുന്നു. അവര് മിസ്റിലെത്തിയിട്ടുണ്ട്. അവരുടെ മിസ്റിലെ ഏജന്റായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ മക്ക ഭരിച്ചിരുന്ന ഷെരീഫ് കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് കത്തയച്ചു. അന്നത്തെ ഭരണാധികാരി ഹുസൈൻ ബിൻ അലി, ഷെരീഫ് ഹുസൈൻ ബിൻ അലി എന്ന് പറയുന്ന അവരുടെ സ്ഥാനപ്പേരാണ് ഷെരീഫ് എന്നുള്ളത്. ഈ ഷെരീഫ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ 2 മക്കൾ ഹസനും ഹുസൈനും, അതിൽ ഒരാളുടെ പരമ്പര സയ്യിദ് കുടുംബവും മറ്റേ ഷെരീഫ് എന്നാണ് പറയാം. അത് ആരുടെ പേരാണ് സയ്യിദ് എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒന്ന് സയ്യിദും ഒന്ന് ഷെരീഫുമാണ്. അപ്പോൾ അവരുടെയൊക്കെ പേരിന്റെ മുമ്പിൽ ഷെരീഫ് എന്നുണ്ടാവും, മറ്റുള്ളവരുടെ പേരിന് മുമ്പ് സയ്യിദ് എന്നുണ്ടാവും. സയ്യിദ് ഫുലാൻ, ഇവര് ഷെരീഫ് ഫുലാൻ. അപ്പോൾ ആ ഷെരീഫ് ഹുസൈൻ ബിൻ അലി റഹിമഹുല്ലാഹ് അദ്ദേഹമാണ് മക്ക ഭരിക്കുന്നത്. അദ്ദേഹത്തിന് ഈജിപ്തിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ ഗവർണറായ മക്മോഹൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു കത്തയച്ചു. ഈ കത്ത് വായിച്ചാൽ നമ്മൾ വിചാരിക്കും ഇതൊരു ആലിമയച്ച കത്താണെന്ന്. അത്രമാത്രം ഇദ്ദേഹത്തെ വശീകരിക്കുന്ന രീതിയിലായിരുന്നു കത്ത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? തുർക്കിക്കാരാണല്ലോ ഇപ്പൊ ഭരിക്കുന്നത്, തുർക്കികൾ അനർബികളാണ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്, നിങ്ങൾ എങ്ങനെ ഇവരുടെ കീഴിൽ കഴിയും? ഇവർക്കെതിരെ നിങ്ങൾ കലാപമുണ്ടാക്കണം. അപ്പോ ആദ്യം തന്നെ തുർക്കി ഭരണകൂടം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു ഓഫറും. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് ആയുധങ്ങളില്ല. അപ്പൊ ഈ ബ്രിട്ടീഷുകാരൻ അദ്ദേഹത്തിന് കത്തയച്ചു, നിങ്ങൾ തയ്യാറായിരുന്നാൽ മതി, ഭരണം ഏറ്റെടുക്കാനുള്ള സന്നദ്ധത മാത്രം മതി, ആയുധവും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ച് അങ്ങനെ ഒരു അറബ് വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി, അറബികൾക്കാണ് ഭരണം വേണ്ടത് എന്ന ഒരു ചിന്ത ഇയാളുടെ മനസ്സിലുണ്ടാക്കി. അതോടൊപ്പം അന്നത്തെ പല മുസ്ലിം രാജ്യങ്ങളിലും പ്രവർത്തിച്ചിരുന്ന പല മുസ്ലിം രാജ്യങ്ങളിലെയും നേതാക്കന്മാരുമായി സംസാരിച്ച് അവരുടെ മനസ്സിൽ ഇതേ ചിന്താഗതി ഉണ്ടാക്കാൻ വേണ്ടി അറബികൾക്കാണ് ഭരണം വേണ്ടത് എന്ന ഒരു വാദവുമായി നടന്നിരുന്ന ഒരാളാണ് ലോറൻസ് എന്ന് പറയുന്ന, ലോറൻസ് ഓഫ് അറബ് എന്നാണ് അറിയപ്പെടുന്നത്. ലോറൻസ് ഉൽ അറബ്, അറബിയിൽ അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇയാളാണ് അൽ ഖൗമിയ്യത്തുൽ അറബിയ, അറബി ഭരണം, അറബ് വംശമാണ് ഭരിക്കേണ്ടത് എന്ന ചിന്താഗതി മറ്റു രാജ്യങ്ങളിൽ, സിറിയയിലും ഇറാഖിലും അതുപോലുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചത്. അതൊരു യഹൂദിയാണ്. ഈ ലോറൻസ് പറയുന്ന ഒരു യഹൂദിയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അറബികളുടെ വസ്ത്രം ധരിച്ച്, അറബികൾ ധരിക്കുന്ന പോലെ കോട്ടൊക്കെ ധരിച്ചിട്ടായിരുന്നു നടക്കാറുണ്ടായിരുന്നത്. അങ്ങനെ അറബികൾക്കിടയിൽ ഈ തുർക്കി ഭരണകൂടത്തിനെതിരെയുള്ള ചിന്താഗതി പ്രചരിപ്പിച്ചു. ഇപ്പൊ നമുക്കറിയാം, തുർക്കി ഭരണകൂടത്തിന്റെ കീഴിലുള്ള അധിക നാടുകളും അറബികളാണ്. അവരനറബികളാണ്, പക്ഷെ അവർ ഭരിക്കുന്ന മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷം അറബികളാണ്. അപ്പൊ ഈ അറബികൾക്കിടയിൽ ഇങ്ങനെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ചിന്താഗതി അവരുണ്ടാക്കി. അതോടുകൂടി തുർക്കികൾക്ക് അവരുടെ ഭരണത്തിന്റെ കേന്ദ്രങ്ങളായിരുന്ന നാടുകൾ, മക്ക, മദീന, അതുപോലെ തന്നെ സിറിയ, ഇങ്ങനെയുള്ള നാടുകളിലൊക്കെ വിശ്വസ്തത നഷ്ടപ്പെട്ടു. അങ്ങനെ അവര് തകരാനായി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ആദ്യമേ തകരാനായി നിൽക്കുന്ന, ദുർബലരായി നിൽക്കുന്ന ഈ ഭരണകൂടത്തിന്റെ തകർച്ച പൂർത്തിയാക്കുന്ന രീതിയിലുള്ള ഒരു നടപടി തുർക്കി പാർലമെന്റ് ചെയ്തു. എന്താണ് അവർ ചെയ്തത്? അവര് സെക്യുലറിസ്റ്റുകളായിരുന്നു, ഇസ്ലാം അവർ ഉപേക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിരിക്കും കമാൽ അത്താതുർക്ക്, അതുപോലെയുള്ള അവരൊക്കെയാണ് പാർലമെന്റിലുള്ളത്. അവര് അറബി ഭാഷ പോലും നാട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അറബികളുമായി വളരെ ക്രൂരമായിട്ടായിരുന്നു അവർ ഇടപഴകിയിരുന്നത്. അറബികളെ കൊന്നൊടുക്കാനുള്ള ശ്രമം അവർ തുടങ്ങിയിരുന്നു. ഈ രാജാക്കന്മാരുടെ കാലശേഷം വന്ന അത്താതുർക്കുമാരും ഭാഷ എന്ന് പറയപ്പെടുന്ന ആളുകൾ, ഈ ആളുകൾ അറബി
മുസ്ലിമീങ്ങളെ വളരെ ക്രൂരമായിട്ടായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അവർ മദീനയിൽ നടത്തിയ ഒരു നായാട്ടിനെ കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. മദീനയിൽ അവർ ഉപരോധം ഏർപ്പെടുത്തി, മദീനക്കാർക്ക് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാക്കി. അങ്ങനെ വഴിയിൽ കിടക്കുന്ന നായകളെയും പൂച്ചകളെയൊക്കെ പിടിച്ച് തിന്നുന്ന അവസ്ഥ ഉണ്ടായിരുന്നു മദീനത്ത്. അപ്പൊ ഇങ്ങനെയുള്ള ക്രൂരതകളായിരുന്നു അറബികളോട് അവർ ചെയ്തിരുന്നത്, ഈ തുർക്കി ഭരണകൂടം, രാജാക്കന്മാർക്ക് ശേഷം വന്ന തുർക്കികൾ. അവസാന കാലത്തുള്ള ചില രാജാക്കന്മാരും ഇങ്ങനെയുള്ള ചില ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, അള്ളാഹു ആലം. ഏതായിരുന്നാലും ഈ സമയത്ത് വലിയ ഒരു വിഡ്ഢിത്തം തുർക്കി പാർലമെന്റ് ചെയ്തു. ലോകമഹായുദ്ധത്തിൽ, ഒന്നാം ലോകമഹായുദ്ധത്തിൽ അവർ കക്ഷി ചേർന്നു. ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമുക്കറിയാം. 1914 ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്നത്. വളരെ നിസ്സാരമായ, വളരെ വിഡ്ഢിത്തമായ ഒരു കാരണമായിരുന്നു അതിനുണ്ടായത്. എന്താണത്? അന്നത്തെ ഒരു ഭരണാധികാരി, യൂറോപ്പിലുള്ള ഒരു രാജ്യം, ഹംഗറി ആണെന്ന് എൻ്റെ ഓർമ്മ, അവിടെയുള്ള ഒരു കിരീടാവകാശി രാജകുമാരൻ ഒരു ടൂർ പോയതാണ്, അയാളും ഭാര്യയുമായിട്ട്. അപ്പൊ സെർബിയക്കാരനായ ഒരു വ്യക്തി, ഒരു പട്ടാളക്കാരൻ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സായുധ സംഘത്തിലെ അംഗമായിട്ടൊരു വ്യക്തി ഇയാളെ വെടിവെച്ചു കൊന്നു. ഈ അമീറിനെ വെടിവെച്ചു കൊന്നു. അതവർക്ക് ഒരുപക്ഷെ ഒരു ശിക്ഷാ നടപടിയിലൂടെയോ അല്ലെങ്കിൽ ഒരു ചർച്ചയിലൂടെയോ പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നു. പക്ഷെ അതൊരു യുദ്ധമായി മാറി. ഈ കൊന്ന വ്യക്തിയുടെ കൂടെ, സെർബിയക്കാരനായ ഈ വ്യക്തിയാണ് കൊന്നത്, അയാളുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ കൂടെ കുറെ രാജ്യങ്ങൾ കൂടി, ഇപ്പുറത്ത് ഈ ഹംഗറിയുടെ കൂടെ കുറെ രാജ്യങ്ങൾ കൂടി. ഹംഗറിയുടെ കൂടെ നിന്ന രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, അതുപോലെ റഷ്യ. അന്നത്തെ ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ അവര് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നാണ് പറയാ, യുണൈറ്റഡ് കിങ്ഡം. അവരുടെ കീഴിലാണ് ഇന്ത്യ, ശ്രീലങ്ക, ഓസ്ട്രേലിയ. വലിയ രാജ്യമാണ്, ഇവരൊക്കെ അവരുടെ കീഴിലാണ്. അതുപോലെ അപ്പുറത്ത് ജർമ്മനിയാണ് പ്രധാനപ്പെട്ട രാജ്യം, ഈ കൊന്നവന്റെ കൂടെ ഉള്ളത്. അതുപോലെ ജർമ്മനിയുടെ കൂടെ അന്ന് ഒരു കരാറുണ്ടായിരുന്നു. ജർമ്മനിയും ഉസ്മാനി രാജാക്കന്മാരും തമ്മിൽ ഒരു കരാറുണ്ട്, പ്രതിരോധ കരാർ. പ്രതിരോധ കരാർ എന്ന് പറഞ്ഞാൽ അത് ഇന്നും പല രാജ്യങ്ങളും തമ്മിലുണ്ട്. അതെങ്ങനെയാണ്? നമ്മളും മറ്റൊരു രാജ്യവും തമ്മിൽ പ്രതിരോധ കരാറുണ്ടെങ്കിൽ നമ്മെ മറ്റൊരു മൂന്നാമത്തെ രാജ്യം ആക്രമിച്ചാൽ ഇവർ സഹായിക്കണം, അവരെ ആരെങ്കിലും ആക്രമിച്ചാൽ നമ്മൾ സഹായിക്കണം. പക്ഷേ ഇവരങ്ങോട്ട് പോയി യുദ്ധം തുടങ്ങുകയാണെങ്കിൽ സഹായിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ജർമ്മനിയുമായിട്ട് ഉസ്മാനികൾക്ക് കരാറുണ്ട്. അപ്പോൾ ജർമ്മനിയെ മറ്റൊരാൾ ആക്രമിച്ചാൽ ഉസ്മാനികളെ സഹായിക്കണം, അത് കരാറാണ്. പക്ഷെ ഇവിടെ ജർമ്മനി ആരും ആക്രമിച്ചിട്ടില്ല. ജർമ്മനി തന്നെ വേറൊരു കേസിൽ പോയി ഇടപെട്ടതാണ്. അതുകൊണ്ട് ഇവർക്ക് അതിൽ പങ്കെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ അതിൽ ഇടപെട്ടു. അവർ അമിതമായ ആത്മവിശ്വാസത്തോടെ പോയി ആ യുദ്ധത്തിൽ പങ്കെടുത്തു. അതോടുകൂടി ഈ ഉസ്മാനി ഭരണത്തിന്റെ നാശം തുടങ്ങി. ആ യുദ്ധത്തോടുകൂടിയാണ് ഉസ്മാനി ഭരണകൂടം അവസാനിച്ചത്. അപ്പൊ 1914 തുടങ്ങി 18 ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കുന്നത്. ഈ യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടാകും സൈക്സ് പീക്കോ കരാർ എന്ന് പറയുന്നത്. സൈക്സ് പീക്കോ എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ വിദേശകാര്യമന്ത്രിയാണ് സൈക്സ് എന്ന് പറയുന്ന വ്യക്തി, ഫ്രാൻസിന്റെ വിദേശകാര്യമന്ത്രിയാണ് പീക്കോ എന്ന് പറയുന്ന വ്യക്തി. ഇവർ രണ്ടുപേരും ഒരു ഹോട്ടൽ മുറിയിലിരുന്ന് ഒരു മീറ്റിംഗ് കൂടി. എന്നിട്ട് അവര് ഈ ലോകമഹായുദ്ധം കഴിയുമ്പോൾ മുസ്ലിം രാജ്യങ്ങൾ അവര് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അന്നത്തെ ഈജിപ്തും അതുപോലെ തന്നെ സിറിയയും അതുപോലെ ഫലസ്തീനും ഈ നാടുകളൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു പ്ലാൻ അവർ വരച്ചുണ്ടാക്കി. ഇതിന്റെയൊക്കെ ഭരണം ആർക്ക് കൈമാറണം. അങ്ങനെ അവരുണ്ടാക്കിയ അതിർത്തികളാണ് ഇന്നും നിലനിൽക്കുന്നത്. ഇന്നും മുസ്ലിം രാജ്യങ്ങളിൽ, ഏഷ്യയിലുള്ള പല രാജ്യങ്ങളിലെയും അതിർത്തികൾ ഇവർ വരച്ചുണ്ടാക്കിയതാണ്. അങ്ങനെ ഈ യുദ്ധം കഴിഞ്ഞതോടുകൂടി ഈ പ്ലാൻ അവർ നടപ്പിലാക്കി. അവർ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ മടങ്ങിപ്പോയി. പക്ഷെ അവിടുത്തെ ഭരണം അവരാർക്കാണോ ഉദ്ദേശിച്ചത് അവർക്ക് കൊടുത്തു. അതുപോലെ അവരുണ്ടാക്കിയ അതിർത്തികൾ അത് പലപ്പോഴും ഈ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകുന്ന തരത്തിൽ, വിവാദമുണ്ടാകുന്ന തരത്തിൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിച്ചപ്പോൾ കാശ്മീരിനെ കുറിച്ച് ഒരു അവ്യക്തത ഉണ്ടാക്കിയതുപോലെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന രൂപത്തിലാണ് പല അതിർത്തികളും ഉണ്ടാക്കിയത്. മുസ്ലിം രാജ്യങ്ങൾ ശത്രുക്കളായി കഴിയുന്ന രൂപത്തിൽ. ആ മീറ്റിംഗിൽ അവർ പറഞ്ഞു എന്നാണ്, അവര് അവസാന കാലം വരെ ഈ ഒരു ചാണ് ഭൂമിക്ക് വേണ്ടി തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് അവരിങ്ങനെ ഒരു മാപ്പ് ഉണ്ടാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ രാജ്യങ്ങൾ വീതിച്ചു കൊടുത്തിട്ടാണ് മടങ്ങുന്നത്. അങ്ങനെ അവർ മടങ്ങി. ആ സമയത്ത് ബ്രിട്ടനിലുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ യഹൂദികളുണ്ട്. ഈ ഹെർസൽ എന്ന് പറയുന്ന വ്യക്തിയുടെ, ഈ ഹെർസലിന്റെ നേതൃത്വത്തിൽ ആ മീറ്റിംഗ് കൂടിയ യഹൂദികൾ, അവരാണ് സയനിസ്റ്റുകൾ എന്ന് പറയുന്നത്, സഹായിന എന്ന അറബിയിൽ പറയുന്നത്. അവർക്ക് യൂറോപ്പിലെ എല്ലാ ഭരണകൂടങ്ങളും സ്വാധീനമുണ്ട്. ബ്രിട്ടനിലെ ഭരണകൂടത്തിൽ അവർക്ക് സ്വാധീനമുണ്ട്. ബ്രിട്ടൻ അവർക്ക് കൊടുത്ത ഒരു കരാറാണ് അവരുണ്ടാക്കിയിട്ടുള്ള ഈ ഫലസ്തീന്റെ ഭൂപടത്തിൽ ഇസ്രായേലിന് ഒരു സ്ഥലം അനുവദിക്കും, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യമുണ്ടാക്കും എന്നുള്ളത്. അത് അവരൊന്നും വ്യക്തമാക്കിയിരുന്നില്ല, പരസ്യമാക്കിയിരുന്നില്ല. അപ്പൊ 1917
1917 ലോകമഹായുദ്ധം അവസാനിക്കുന്നതിന് മുമ്പായി അന്ന് ഉസ്മാനികൾ ബ്രിട്ടനെതിരായി ജർമ്മനിയുടെ കൂടെ യുദ്ധം ചെയ്യുന്നുണ്ട്. ഉസ്മാനികളുടെ കീഴിലുള്ള ഒരു നാട് എന്നുള്ള നിലക്ക് ബ്രിട്ടൻ ഫലസ്തീനെ ആക്രമിച്ചു. അവരവിടെ വളരെ ക്രൂരമായി ജനങ്ങളെ കൊന്ന് ഫലസ്തീൻ അവർ പിടിച്ചെടുത്തു. എന്നിട്ട് ഫലസ്തീനിൽ അവരെന്താണ് ചെയ്തത്? ഫലസ്തീൻ അവർ വിട്ടുപോയി. ഫലസ്തീനിന് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ അവർ 1000-ഓളം യഹൂദികളെ അവിടെ പാർപ്പിച്ചിരുന്നു. യൂറോപ്പിന്റെ പല ഭാഗത്തു നിന്നും പാലായനം ചെയ്ത 1000 യഹൂദികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ രഹസ്യമായി ഇവർ തമ്മിൽ ധാരണയുണ്ട്, ഇപ്പൊ ഫലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കും. അന്ന് ഓരോ രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അന്ന് ബ്രിട്ടന്റെ ഒരു പ്രതിനിധി ഫലസ്തീനിൽ ബാക്കിയുണ്ടായിരുന്നു. ബ്രിട്ടന്റെ ഒരു നേതൃത്വത്തിൽ അവിടുത്തെ ഭരണം കൈകാര്യം ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. അതിനുശേഷം 1948 ഫലസ്തീന് സ്വാതന്ത്ര്യം കിട്ടുന്നത്, പൂർണ്ണമായ സ്വാതന്ത്ര്യം കിട്ടുന്നത്. ബ്രിട്ടീഷുകാർ അവിടെ ഒഴിഞ്ഞു പോകുന്നത്. അപ്പൊ 1917 ലോകമഹായുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 1517 ഉസ്മാനികൾ ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം, അതിനുശേഷം ആദ്യമായി നസ്രാണികൾ ഫലസ്തീനിൽ കാലുകുത്തുന്നത് ഈ 1917 ലോകമഹായുദ്ധത്തിലൂടെ. അപ്പൊ ഈ തുർക്കി പാർലമെന്റ് അല്ലെങ്കിൽ തുർക്കിയിലെ ഉസ്മാനി ഭരണകൂടത്തിന്റെ അവസാന കാലത്തെ ഭരണാധികാരികൾ അവർ ചെയ്ത ഈ വിഡ്ഢിത്തമായിരുന്നു ബൈത്തുൽ മഖ്ദിസ് നഷ്ടപ്പെടാനുള്ള കാരണം. ബൈത്തുൽ മഖ്ദിസ് നസ്രാണികളുടെ കയ്യിലായി. അവരെന്തിനാണ് യഹൂദികൾക്ക് ഈ സഹായം ചെയ്തത്? അവർ ഈ സഹായം ചെയ്തതിന് അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന്, നസ്രാണികൾക്ക് പഴയ കുരിശ് യുദ്ധം 1099 സലാഹുദ്ദീൻ അയ്യൂബിയുമായി അവർ ഏറ്റുമുട്ടുകയും ആ യുദ്ധത്തിലുണ്ടായ പരാജയം, അതിനുശേഷം അവർക്ക് ബൈത്തുൽ മഖ്ദിസ് കീഴടക്കാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം ഈ കുരിശ് യുദ്ധത്തിന് ഒരു പ്രതികാരം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത് അവരുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളിലെ പല പ്രദേശങ്ങളും കീഴടക്കാനുള്ള ആഗ്രഹം അവർക്കുണ്ട്. സിറിയയും അതുപോലെ മിസ്റും ഒക്കെ കീഴടക്കാനുള്ള ആഗ്രഹം യൂറോപ്യന്മാർക്കുണ്ട്, നസ്രാണികൾക്കുണ്ട്. അങ്ങനെ ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് യഹൂദികൾക്ക് അവർക്കൊരു അവകാശവാദമുണ്ട്, ഞങ്ങളുടെ ഭൂമിയാണ് എന്ന്. ആ അവകാശവാദത്തെ സപ്പോർട്ട് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? അവരവിടെ കൊണ്ടുപോയി നടാൻ പറ്റും. പിന്നീട് പതുക്കെ അവരുടെ രാജ്യമായി മാറിയാൽ യൂറോപ്യന്മാർക്ക് പൂർണ്ണമായ അധികാരം അവിടെ നേടാമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആദ്യം അവിടെ ഒരു ഇസ്രായേലിനെ ഉണ്ടാക്കുക, പിന്നെ ആ ഇസ്രായേലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ യുദ്ധം ചെയ്ത് ആ നാട് മുഴുവൻ കീഴടക്കാം, ഫലസ്തീനിൽ നിന്ന് സിറിയയും മിസ്റും ഒക്കെ ആക്രമിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവർക്ക് ഉണ്ടാക്കാമെന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഇസ്രായേലിനെ അവിടെ നട്ടുപിടിപ്പിച്ചത്. 1000 യഹൂദികൾ ആദ്യം അവിടെ താമസിപ്പിച്ചു. അത് കഴിഞ്ഞ് 1917 തുടങ്ങി 1948 ബ്രിട്ടന്റെ പദ്ധതി തകർന്നു. കാരണം 1945 രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുമ്പോൾ, ഒന്നാം ലോകമഹായുദ്ധം 18 അവസാനിച്ചു, 1918. പിന്നെ 1939 രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങി, അത് 1945 അവസാനിച്ചു. അതിൽ ബ്രിട്ടന് വൻ പരാജയം സംഭവിച്ചു. ബ്രിട്ടൻ ദുർബലമായി പോയി. അവരുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെയായപ്പോൾ അവർക്ക് അവരുടെ രാജ്യങ്ങളൊക്കെ കൈയൊഴിയേണ്ടി വന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് പോയത്. അങ്ങനെയാണ് പല രാജ്യങ്ങളും അവർ ഉപേക്ഷിച്ചു പോയത്. ആ കൂട്ടത്തിൽ അവരുടെ ഈ പ്ലാൻ പൂർത്തിയാക്കാതെ അവർക്ക് പോകേണ്ടി വന്നു. ഏഷ്യയിലെ പല രാജ്യങ്ങളും പിടിച്ചടക്കാമെന്നുള്ള അവരുടെ ലക്ഷ്യം, അവർക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന അധികാരം അത് വിശാലമാക്കാനുള്ള അവരുടെ ആഗ്രഹം, അത് നടക്കാതെയായി. അവർക്ക് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. ആ പോയപ്പോഴേക്കും അവരെന്ത് ചെയ്തിരുന്നു? ഈ 1917 മുതൽ 1948 വരെയുള്ള കാലഘട്ടം കൊണ്ട്, 30 വർഷം കൊണ്ട് അവിടെ, അല്ലെങ്കിൽ 31 വർഷം കൊണ്ട് 1000 യഹൂദികൾ ഉണ്ടായിരുന്നത് 1 ലക്ഷം യഹൂദികളായി മാറിയിരുന്നു. അങ്ങനെ ഈ 1 ലക്ഷം യഹൂദികളും ഉൾക്കൊള്ളുന്ന ഒരു നാടായിട്ടാണ് അവർ മടങ്ങുന്നത്. അവർ മടങ്ങിയ 48 തന്നെ യഹൂദികൾ അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പ്രഖ്യാപിച്ചു. ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭൂപടം ഉണ്ടാക്കി അവർ ഇതൊരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ഈ രാജ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന നാട് അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ ഉസ്മാനി ഭരണകൂടത്തിന്റെ ശേഷം, അല്ലെങ്കിൽ ഉസ്മാനി ഭരണകൂടത്തിന്റെ ക്ഷയത്തിന്റെ കാലത്ത് പ്രത്യക്ഷപ്പെട്ട ഈ തുർക്കി ഭരണകൂടം, അവിടെയുള്ള സെക്യുലറിസ്റ്റ് തുർക്കി, അവരാണ് യഥാർത്ഥത്തിൽ ബൈത്തുൽ മഖ്ദിസ് നഷ്ടപ്പെടാനുള്ള പിന്നീട് കാരണമായത്. ഇത്രയുമാണ് ബൈത്തുൽ മഖ്ദിസിന്റെ നഷ്ടത്തിന്റെ ചരിത്രം. അതിനുശേഷമുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അവിടെ ഈ ഇസ്രായേൽ പതുക്കെ അവർ വളർന്നു വരികയും ഓരോ വർഷവും നമ്മൾ മാപ്പ് നോക്കിയാൽ കാണാം. 1948 അവരെത്രയാണ് ഉണ്ടായിരുന്നത്, അന്ന് ഫലസ്തീൻ എത്രയാണ്, ഇസ്രായേൽ എത്രയാണെന്ന് നോക്കിയാൽ ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് അതിന്റെ എത്രയോ ഇരട്ടിയായി അവര് കയ്യേറിക്കൊണ്ടിരിക്കുന്നു, ഫലസ്തീനികളുടെ ഭൂമി കയ്യേറിക്കൊണ്ടിരിക്കുന്നു. അവരെ ഓരോ വർഷവും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊന്നു തീർത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഫലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളുടെയൊക്കെ കാരണം? അത് ഒന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ അടുത്തുണ്ടായ ഒരു കുറവും യഹൂദികളുടെ അടുത്തുണ്ടായ ഒരു മികവും അത് ഇതിന് കാരണമായിട്ടുണ്ട്. യഹൂദികളുടെ അടുത്തുള്ള മികവ് എന്താണ്? അവർ ഭൗതികമായ സബബുകൾ ചെയ്തിട്ടുണ്ട്. ഒരു രാജ്യം പിടിച്ചെടുക്കാനുള്ള ഭൗതികമായ സബബുകൾ. അതെന്താണ്? അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുക എന്നുള്ള മനസ്സ് അവർക്കുണ്ട്.
അത് ഹലാലും ഹറാമും നോക്കാതെയാണ്, അത് അവർ നോക്കുകയില്ല. പക്ഷേ തങ്ങളുടെ ലക്ഷ്യം നേടാൻ തങ്ങൾക്കൊരു ഭൂമി വേണം എന്നുള്ള കാര്യത്തിൽ അവർ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. ഇപ്പുറത്ത് മുസ്ലിങ്ങളുടെ അടുത്ത് എന്താണ് ഉണ്ടായത്? ഒന്നാമത് ശിർക്ക് ചെയ്തു. മുസ്ലിമീങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭരണകൂടത്തിന്റെ കീഴിൽ തന്നെ മഖ്ബറകൾ പരിപാലിക്കുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ ബിദ്അത്തുകൾ പ്രചരിച്ചു. മുസ്ലിങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടായി, അതിർത്തിക്ക് വേണ്ടിയുള്ള തർക്കങ്ങളുണ്ടായി. ഇതൊക്കെയാണ് ഫലസ്തീൻ നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിന്റെ കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യേണ്ട കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് ഇപ്പൊ സംസാരിക്കുന്നത് പോലെ തോന്നുന്ന ഒരു ഹദീസ് കേട്ടാൽ എന്താണ് പറഞ്ഞത്? യൂഷികു അൻ തതദാഅ അലൈക്കുമുൽ ഉമം കമാ തതദാഅ അൽ അഖലതു അലാ ഖസ്അതിഹാ. മറ്റുള്ള സമുദായങ്ങൾ, ശത്രുക്കൾ, അവർ നിങ്ങളുടെ നേർക്ക് കൈനീട്ടാറായിട്ടുണ്ട്. കമാ തതദാഅ അൽ അഖലതു അലൽ ഖസ്അ. ഒരു ഭക്ഷണത്തലകയിൽ ഭക്ഷണം വെച്ചാൽ അതിലേക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആളുകൾ കൈനീട്ടുന്നത് പോലെ. അല്ല, നമ്മളിപ്പോ തലകയിൽ ഭക്ഷണം വിളമ്പിയാൽ ഓരോരുത്തരായിട്ട് വിളിച്ച് അതിങ്ങനെ കഴിപ്പിക്കും, നമ്മൾ കഴിക്കും, അങ്ങനെ മത്സരിച്ചത് തീർക്കും. ഇങ്ങനെ ആളുകൾ മത്സരബുദ്ധിയോടെ നിങ്ങൾക്ക് നേരെ കൈനീട്ടാറായിട്ടുണ്ട്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. അതെന്താണ് റസൂലെ, ഇന്ന് നമുക്ക് പ്രതാപമുണ്ട്, നമുക്ക് ഐക്യമുണ്ട്, അന്ന് നമ്മുടെ എണ്ണം കുറഞ്ഞു പോകുമെന്നത് കൊണ്ടാണോ? ഇപ്പൊ നമ്മൾ ഒരുപാട് എണ്ണമുണ്ട്, അറബികളൊക്കെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്, ഇനി നമ്മൾ എണ്ണം കുറഞ്ഞു പോകുന്നത് കൊണ്ടാണോ ആ സംഭവം, അല്ലെങ്കിൽ ഇതുപോലെ ശത്രുക്കൾ നമുക്ക് നേരെ കൈനീട്ടുന്നത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അൻതും യൗമഇദിൻ കസീർ. അന്ന് നിങ്ങൾ ഒരുപാടുണ്ടാകും, എണ്ണം ഇതിലും കൂടുതലായിരിക്കും. വലാകിന്നകും ഗുസാഉൻ കഗുസാഇ സൈൽ. പക്ഷെ നിങ്ങൾ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒരു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ഒഴുകി വരുന്ന ചപ്പ് ചവറുകൾ ഉണ്ടാവും, ചണ്ടികൾ, അതുപോലെയുള്ള ചണ്ടികളായിരിക്കും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. എന്താണ് അതിനുള്ള കാരണം? ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോടുള്ള സ്നേഹം, അതുപോലെ തന്നെ മരണത്തോടുള്ള വെറുപ്പ്. എന്താണ് ദുനിയാവിനോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ? ദുനിയാവിനെ കുറിച്ചാണ് ചിന്ത. അല്ലെ, നമ്മളിപ്പോ ചെറിയ കുട്ടികൾ തന്നെ വളർത്തുന്നത് എന്തായിരിക്കും? വലുതായിട്ട് നീ എന്താണ് ആവുക, ഡോക്ടറാവോ, എഞ്ചിനീയർ ആവോ, എത്ര സമ്പാദിക്കും, എത്ര വലിയ വീടുണ്ടാക്കും, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു ഹലാലാക്കിയത് നമ്മൾ ഹറാമാക്കാൻ പാടില്ല. പക്ഷേ അവരുടെ മനസ്സിൽ ഏറ്റവും വലിയ ലക്ഷ്യമായി നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് എന്താണ്? അവരുടെ ദീനിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ദീനിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വർഗം നേടും, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കേണ്ടി വന്നാലും ഈ ദീൻ ഉപേക്ഷിക്കുകയില്ല. ഇങ്ങനെ ദീനിന്റെ കാര്യങ്ങൾ ഒന്നാമത് പഠിപ്പിച്ചു കൊടുത്തിട്ട് അതിന് സഹായമായിട്ടായിരിക്കണം മറ്റു കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. നല്ലൊരു കച്ചവടക്കാരനായിട്ട് അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യും, ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കും, അത് പറഞ്ഞു കൊടുക്കാൻ തർക്കമില്ല. നേരെ മറിച്ച് ഹുബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള ഹുബ്ബ് അവരുടെ മനസ്സിലുണ്ടാക്കിയാൽ അതാണ് ഇതിനുള്ള കാരണം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഖദ്തും ബിഅദ്നാബിൽ വഖർ ഇദാ തബായഅതും ബിൽഈന വഅഖദ്തും ബിഅദ്നാബിൽ വഖർ. സ്വഹീഹായ ഹദീസാണ്. നിങ്ങൾ ഈനത്ത് കച്ചവടം ചെയ്യാൻ തുടങ്ങിയാൽ, ഈനത്ത് എന്ന് പറഞ്ഞാൽ പലിശയുടെ ഒരു ഇനമാണ്, പലിശ ഹലാലാക്കാൻ വേണ്ടി ഒരു തന്ത്രം പ്രയോഗിക്കുന്നതാണ്. ഒരു കച്ചവടത്തിന്റെ രൂപത്തിൽ പലിശ ഇടപാട് നടത്തും. ആ ഇടപാട് നിങ്ങൾ നടത്താൻ തുടങ്ങിയാൽ, അതായത് ഹറാമ് ഭക്ഷിക്കാൻ തുടങ്ങിയാൽ, വഅഖദ്തും ബിഅദ്നാബിൽ ബഖർ, പശുവിന്റെ വാല് പിടിച്ച് നടക്കാൻ തുടങ്ങിയാൽ, എന്ന് പറഞ്ഞാൽ കൃഷിയായിട്ട് ദീന് മറന്ന് ഹലാലും ഹറാമും മറന്ന് ഇബാദത്തൊക്കെ ഒഴിവാക്കി അങ്ങനെ നമ്മുടെ ജോലിയും കാര്യങ്ങളുമായി നടക്കാൻ തുടങ്ങിയാൽ, വറളീതും ബിസർ, കൃഷിയിൽ നിങ്ങൾ തൃപ്തരായാൽ, സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ, അള്ളാഹു നിങ്ങളുടെ മേൽ ഒരു ദില്ലത്ത്, നിന്യത നൽകും. അത് അള്ളാഹു ഉയർത്തുകയില്ല. ലാ യർഫഉഹു മിൻകും ഹത്താ തർജിഉ ഇലാ ദീനിക്കും. ആ ദില്ലത്ത് അള്ളാഹു എപ്പോഴാണ് എടുത്തു മാറ്റുക? ഹത്താ തർജിഉ ഇലാ ദീനിക്കും, നിങ്ങളുടെ ദീനിലേക്ക് നിങ്ങൾ മടങ്ങുന്നത് വരെ. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അസറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആണല്ലോ ബൈത്തുൽ മഖ്ദിസ് മോചിപ്പിച്ചത്. ദീർഘകാലം പിന്നെ യഹൂദികളും നസ്രാനികളും കൈമാറിയതിനു ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ആണ് മോചിപ്പിച്ചത്. ആ ഉമർ പറഞ്ഞ വാക്ക് നമ്മുടെ മുന്നിലുണ്ട്. എന്താണ് പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു? നഹ്നു ഉമ്മത്തുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം. അള്ളാഹു ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് നൽകിയവരാണ് നമ്മൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്നത്തെ കാലത്ത് റോമക്കാരും പേർഷ്യക്കാരുമാണ് ലോകത്തെ ശക്തികൾ. അവരുടെ അടുത്താണ് ശാസ്ത്രം, അവരുടെ അടുത്താണ് സമ്പത്ത്, അവരുടെ അടുത്താണ് ആയുധങ്ങൾ, എല്ലാം അവരുടെ കയ്യിലാണ്. ഈ അറബികൾ ആരാണ്? ബദുക്കളാണ്, ആറാബികളാണ്. അല്ലെങ്കിൽ മക്കയിൽ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന, തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാകൃത വർഗമാണ്. അവർക്ക് അള്ളാഹു ഇസ്സത്ത് കൊടുത്ത എങ്ങനെയാണ്? ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ടാണ്. ഈ ഇസ്ലാം അല്ലാത്ത മറ്റെന്തെങ്കിലും വഴിയിൽ നമ്മൾ ഇസ്സത്ത് അന്വേഷിക്കാൻ തുടങ്ങിയാൽ, മറ്റെന്തെങ്കിലും ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ പിന്നിൽ പോയി അതുകൊണ്ട് നമുക്ക് ഇസ്സത്തുണ്ടാകും എന്ന് നമ്മൾ ചിന്തിച്ചാൽ, അതല്ലൻ അള്ളാഹ്, അള്ളാഹു നമ്മെ നിന്ദിക്കും, അള്ളാഹു നമ്മെ ഇകഴ്ത്തുകയാണ് ചെയ്യുക. ഇതാണ് നമ്മുടെ മുന്നിലുള്ള പരിഹാരം. ബൈത്തുൽ മഖ്ദിസ് മുസ്ലിമീങ്ങൾ കീഴടക്കിയത് ഇസ്ലാമിന്റെ പേരിൽ അവർ ഒന്നിച്ചപ്പോഴായിരുന്നു. അതുപോലെ അത് നഷ്ടപ്പെട്ടത് ഇസ്ലാം കൈയൊഴിച്ച് ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തുകളുമായി മുസ്ലിമീങ്ങൾ ആദർശപരമായി ക്ഷയിച്ചപ്പോഴാണ് ഈ മസ്ജിദുൽ അഖ്സ, അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ മദീനത്തുൽ ഖുദ്സ്, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടത്. പരിഹാരം വളരെ വ്യക്തമാണ്. നമ്മുടെ ദീനിലേക്ക് നമ്മൾ മടങ്ങുക. നമ്മൾ ഒരു സ്റ്റെപ്പ് ആ മാർഗത്തിൽ മുന്നോട്ട് വെച്ചാൽ
ഈ ബൈത്തുൽ മഖ്ദിസിന്റെ ഇൻഷാ അള്ളാഹ് വരാനിരിക്കുന്ന മോചനം അത് അടുത്ത് തന്നെ ഉണ്ടാകും ഇൻഷാ അള്ളാഹ്. നമുക്ക് അള്ളാഹുൽ പ്രതീക്ഷയുണ്ട്. ആ മോചനത്തിന് നമ്മുടെ വക ഒരു സംഭാവനയായി അന്ന് ഇൻഷാ അള്ളാഹ് ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലത്തോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത തലമുറയിലോ അത് മോചിപ്പിക്കപ്പെടും. ആ മോചനത്തിന് നമ്മുടെ വക ഒരു സംഭാവന ചെയ്യണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ, അത് കുറെ മുദ്രാവാക്യം വിളിച്ചിട്ടോ കുറെ ശത്രുക്കളെ കൂടി വിളിച്ചു കൂട്ടിയിട്ട് സമ്മേളനം നടത്തി അതിലെന്തെങ്കിലും സംസാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നേരെ മറിച്ച് അള്ളാഹു താല പറഞ്ഞതുപോലെ ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും, അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. യുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. അപ്പൊ നമ്മുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും ആ മോചനത്തിന്റെ സൈന്യത്തിൽ ഉണ്ടാകണമെങ്കിൽ അതിന് നമ്മൾ തൗഹീദ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇൻഷാ അള്ളാഹ് ആ മോചനം നടക്കുക തൗഹീദിന്റെ കൊടുക്കയിലായിരിക്കും, സുന്നത്തിന്റെ കൊടുക്കയിലായിരിക്കും. അപ്പൊ തൗഹീദും സുന്നത്തും അറിയാത്ത ഫാജിറുകളായി നമ്മുടെ പരമ്പരകൾ വളർന്നു വന്നാൽ അവരും അതും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ദീൻ നമ്മുടെ സ്വന്തം മനസ്സിൽ ആദ്യം വളർത്തി ഉണ്ടാക്കുക, നമ്മുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുക, ശരിയായ അഖീദ നമ്മൾ പഠിക്കുക. അതാണ് ഫലസ്തീന്റേതാണെങ്കിലും ഏത് മുസ്ലിം രാജ്യങ്ങളുടേതാണെങ്കിലും മോചനത്തിനുള്ള വഴി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനികൾക്ക്, അവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകുമാറാകട്ടെ. അവർക്ക് ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലാഹു ഷഹാദത്ത് നൽകി ആദരിക്കുമാറാകട്ടെ. അവരിൽ പരിക്കുപറ്റിയ ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ബൈത്തുൽ മഖ്ദിസിൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും സ്വതന്ത്രമായി ഇബാദത്ത് നടത്താൻ പറ്റുന്ന സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم عليك باليهود. اللهم كن لإخواننا عونا ونصيرا ومؤيدا وظهيرا. اللهم أرنا في أعدائنا وأعدائك عجائب قدرتك يا قوي يا عزيز. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.